ഹായ് മക്കളെ, നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഇപ്പോൾ SCRT റീസെൻ്റ് ആയിട്ട് പബ്ലിഷ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണെന്ന് നമ്മൾ ആ സമയത്ത് പറഞ്ഞതാണ്. അതിൽ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ഡൗട്ട് വന്നിട്ടുണ്ടാകും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതിലുള്ള ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്കൊന്ന് പെട്ടെന്ന് നോക്കി പോവാം. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്നതാണെങ്കിൽ പെട്ടെന്ന് സ്കിപ്പ് ചെയ്യുക, എന്നിട്ട് നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് പോവാം. കാരണം ചില ആളുകൾക്ക് ഓരോരോ ആളുകളും ഓരോ രീതിയിലാണല്ലോ ഡൗട്ട് വരിക. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് തന്നെ ക്ലിയർ ചെയ്ത് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് ഉണ്ടായത്. നോക്കിയേ, 10, 16, 22 എന്ന സമാന്തര ശ്രേണിയിലെ രണ്ട് പദങ്ങളുടെ വ്യത്യാസമാകാവുന്നത് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഞാൻ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ വായിക്കുന്നില്ല, കാരണം നിങ്ങളുടെ കയ്യിൽ പ്രിന്റഡ് അല്ലെങ്കിൽ പിന്നെ ഫോണിലൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, PDF ആയിട്ട് ഉണ്ടാവും. അപ്പോൾ നിങ്ങളത് വായിച്ച് നോക്കിയിട്ടുണ്ടാവും. അതുകൊണ്ട് ഡൗട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങളിപ്പോൾ സൊല്യൂഷന് വേണ്ടിയിട്ട് നോക്കുന്നുണ്ടാവും അല്ലേ. അപ്പോൾ എന്തായാലും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് നന്നായിട്ട് അറിയും. അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. നമുക്ക് പെട്ടെന്ന് ആൻസറിലേക്ക് പോകാം, അല്ലെങ്കിൽ ഒരുപാട് ലെങ്ത് കൂടി പോകും. ഓക്കെ, അപ്പോൾ ഇവിടെ സിമ്പിൾ ആയിട്ട് പറഞ്ഞതേ വിച്ച് ഓഫ് ദ നമ്പേഴ്സ് below can be the difference of two terms of the arithmetic sequence അല്ലെ. മക്കൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ ആ തന്നിരിക്കുന്ന സീക്വൻസ് നോക്കുക, 10, 16, 22 എക്സെട്ര. ഇങ്ങനെയാണ് അരിത്തമെറ്റിക് സീക്വൻസ് ഉള്ളത്. 10, 16, 22 എക്സെട്ര. നിങ്ങളോട് ചോദിച്ചാൽ എന്താ, ഇതൊരു സമാന്തര ശ്രേണിയാണ്. അങ്ങനെയാണെങ്കിൽ ഇതിപ്പോൾ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് എഴുതി പോകാൻ പറ്റുമല്ലോ അല്ലെ. ഇതിങ്ങനെ അടുത്ത ടേം നമുക്ക് എഴുതി പോകാൻ പറ്റും. കാരണം ഇവിടെ കൃത്യമായിട്ട് ഒരു കോമൺ ഡിഫറൻസ് ഉണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും എത്രയുള്ളത്. കോമൺ ഡിഫറൻസ് സെക്കൻഡ് നമ്പർ നിന്ന് ഫസ്റ്റ് നമ്പർ മൈനസ് ചെയ്താൽ മാത്രം മതിയാവും. സിമ്പിൾ ആയിട്ട് കിട്ടും. 16 ൽ നിന്നും 10 മൈനസ് ചെയ്താൽ മതി, നിങ്ങൾക്ക് 6 എന്ന് കിട്ടും. ഓക്കെ ആണോ? അപ്പൊ ആ 6 കൂട്ടി നമുക്ക് ഇങ്ങനെ എഴുതി പോവാം. ഇവിടെ ചോദിച്ചത് എന്താ, ഇങ്ങനെ എഴുതി പോയാൽ ഏതെങ്കിലും രണ്ട് പദങ്ങളുടെ വ്യത്യാസമാകാൻ സാധ്യതയുള്ളത് ഈ തന്നിരിക്കുന്ന 4 നമ്പേഴ്സിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഈ 4 എണ്ണത്തിൽ ഏതോ ഒരെണ്ണം ഈ സീക്വൻസിലെ ഈ ശ്രേണിയിലെ ഏതെങ്കിലും രണ്ട് ടേമുകളുടെ ഡിഫറൻസ് ആണ്, വ്യത്യാസമാണ്. അത് ഏതാണെന്നാണ് ചോദിച്ചത്. ക്ലിയർ? അതായത് എക്സാമ്പിൾ ഇപ്പൊ 10ഉം 16ഉം തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്കറിയാം 6 ആണ് വരിക അല്ലെ. ഇനിയിപ്പോ 16, 22 തമ്മിലുള്ള ഡിഫറൻസ് എടുത്താലും 6 തന്നെയാണ് വരിക. എന്നാൽ 10ഉം 22ഉം തമ്മിലുള്ള ഡിഫറൻസ് എടുത്താൽ മനസ്സിലാവും എത്ര വരിക, 12 ആണ് വരിക ആണല്ലോ. അങ്ങനെ അടുത്തടുത്ത ഓരോ ടേം എടുത്താൽ ഈ പറഞ്ഞ ഡിഫറൻസ് കൂടിക്കൊണ്ടിരിക്കുക. തൊട്ടടുത്ത നമ്പർ ആണെങ്കിൽ 22ഉം 6ഉം 28 ആണ് വരിക. 28ഉം 10ഉം തമ്മിലുള്ള ഡിഫറൻസ് 18 ആയിട്ട് മാറി. അങ്ങനെ ഈ തന്നിരിക്കുന്നതിൽ ഏതോ ഒരു നമ്പർ ആണ് ഏതോ രണ്ട് ടേമുകളുടെ ഡിഫറൻസ് ആയിട്ട് ഇവിടെ വരാൻ സാധ്യതയുണ്ട്. ഏതാണെന്നേ ചോദിച്ചിട്ടുള്ളൂ. നിങ്ങൾ അതിൽ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്. എന്താണ്, ഒരു അരിത്തമെറ്റിക് സീക്വൻസിലെ ഏതെങ്കിലും രണ്ട് ടേമുകളുടെ ഡിഫറൻസ് എന്ന് പറയുന്നത് അതിലെ കോമൺ ഡിഫറൻസിന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഒരു സമാന്തര ശ്രേണിയിലെ ഏതെങ്കിലും രണ്ട് പദങ്ങളുടെ വ്യത്യാസം അതിന്റെ പൊതുവ്യത്യാസത്തിന്റെ ഗുണിതമായിരിക്കും. സംശയമില്ലല്ലോ. ഇവിടെ തന്നെ ഇപ്പൊ നിങ്ങൾ എടുത്തു നോക്കിയതാ, 28ഉം 10ഉം തമ്മിലുള്ള വ്യത്യാസം നോക്കിയാൽ 28ഉം 10ഉം തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 18 ആണ് കിട്ടുക. ഈ 18 എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ്, പൊതുവ്യത്യാസമായ 6ന്റെ ഗുണിതമല്ലേ അല്ലെ. 6നെ 3 തവണ ഗുണിച്ചാൽ മൾട്ടിപ്ലൈ ചെയ്താൽ 18 കിട്ടും. അതേപോലെ ഏത് രണ്ട് ടേമുകളുടെ ഡിഫറൻസ് എടുത്താലും കോമൺ ഡിഫറൻസ് ആയ 6ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും ഈ ക്വസ്റ്റ്യനിൽ. ഇനി സിമ്പിൾ ആയിട്ട് കിട്ടൂലേ. അപ്പൊ നമുക്ക് ഈ ഓപ്ഷനിൽ ഏതോ ഒരെണ്ണമാണ് ഈ സീക്വൻസിലെ ഏതോ രണ്ട് ടേമുകളുടെ ഡിഫറൻസ് ആയിട്ട് ഉള്ളത്. അത് നോക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ആ ഡിഫറൻസ് തന്നിരിക്കുന്ന ഈ ഡിഫറൻസിൽ ഏതാണ് 6ന്റെ മൾട്ടിപ്പിൾ എന്ന് മാത്രം നോക്കിയാൽ മതി അല്ലെ. തന്നിരിക്കുന്ന ഈ 4 ഓപ്ഷൻസിൽ 6ന്റെ ഗുണിതമായിട്ട് വരുന്ന നമ്പർ ഏതെന്ന് മാത്രം നോക്കിയാൽ മതി. നോക്കിയേ, 40, 40നെ നമുക്ക് 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പൂർണ്ണമായി ഹരിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ, ഒരിക്കലും പറ്റൂല അല്ലെ. 40നെ 6 കൊണ്ട് നമുക്ക് കംപ്ലീറ്റ്ലി ഹരിക്കാൻ പറ്റില്ല. അപ്പൊ അതെന്തല്ല, ഇത് നമ്മുടെ ആൻസർ അല്ല എന്ന് മനസ്സിലായി. ഇനി 51, 51നെ നിങ്ങൾക്ക് 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? കംപ്ലീറ്റ്ലി പൂർണ്ണമായും ഹരിക്കാൻ പറ്റില്ല. നെക്സ്റ്റ് 28 നോക്കിയേ, ഓപ്ഷൻ ഡി നോക്കിയേ, 28നെ നിങ്ങൾക്ക് ഇതേപോലെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? കംപ്ലീറ്റ് 3, 6, 18 ആണല്ലേ. 4, 6, 24 ആണ്. 5, 6, 5 into 6 30 ആയി മാറി. 28 വരുന്നില്ല. അപ്പൊ അതും വരില്ല. പക്ഷെ 48 നിങ്ങൾ നോക്കിയേ, 48നെ നമുക്ക് 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റൂലേ? സിമ്പിൾ ആയിട്ട് പറ്റും അല്ലേ. 6 into 8 ആണ് 48. അപ്പൊ 8 ടൈംസ് നമുക്ക് കിട്ടും അല്ലെ. 6നെ 8 തവണ ഗുണിച്ചാൽ 48 കിട്ടും. അപ്പൊ എന്ത് മനസ്സിലാക്കാം, ഈ സീക്വൻസിൽ നമ്മൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എഴുതി പോയാൽ ഏതോ രണ്ട് ടേമുകളുടെ ഡിഫറൻസ് ആയിട്ട് നമുക്ക് എന്ത് വരും എന്ന് പറയാം, 48 വരും. കാരണം നിങ്ങൾ ഇത്ര മാത്രം നോക്കിയാൽ മതി, ഇവിടുത്തെ കോമൺ ഡിഫറൻസിന്റെ മൾട്ടിപ്പിൾ ആയിട്ട് വരുന്ന നമ്പർ ഏതെന്ന് മാത്രം നോക്കിയാൽ മതി. അപ്പൊ നമ്മൾ ആൻസർ ഇവിടുന്ന് സിമ്പിൾ ആയിട്ട് കിട്ടി, 48 ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് വരാം. ഇത് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും, എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും, ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. നെക്സ്റ്റ് നോക്കിയേ, ഇവിടെ പറയുന്ന in the picture the rectangle joining the midpoints of the sides of a right triangle is drawn. If a point is marked orbitally within the triangle, what is the probability that it will be within the rectangle? ഒന്നുമില്ലടാ, ഇവിടെ ഒരു മട്ട ത്രികോണം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, റൈറ്റ് ട്രയാങ്കിൾ തന്നിട്ടുണ്ട്.
ഈ റൈറ്റ് ട്രയാങ്കിൾ ഉള്ളിൽ തന്നെ ഷെയ്ഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും? ഒരു റെക്ടാങ്കിൾ ചതുരവും കാണാൻ പറ്റുന്നുണ്ട് അല്ലെ? പറഞ്ഞ കണ്ടീഷൻ ഇത്രയേ ഉള്ളൂ. എന്താണ് ഈ റെക്ടാങ്കിൾ എന്ന് പറയുന്നത്? ഈ റൈറ്റ് ട്രയാങ്കിളിന്റെ സൈഡ്സിന്റെ മിഡ് പോയിന്റുകളെ ജോയിൻ ചെയ്തപ്പോൾ കിട്ടിയതാണ്. അതായത് ഈ മട്ട ത്രികോണത്തിന്റെ ഈ രണ്ട് വശങ്ങളുടെയും ഈ സൈഡ്സിന്റെ എല്ലാ വശങ്ങളുടെയും മധ്യബിന്ദുക്കളെ എടുത്തിട്ട് മാർക്ക് ചെയ്തിട്ട് ജോയിൻ ചെയ്തപ്പോൾ യോജിപ്പിച്ചപ്പോഴാണ് ഈ ഒരു റെക്ടാങ്കിൾ കിട്ടിയിട്ടുള്ളത്. ഇനി ചോദ്യം ഇത്രയേ ഉള്ളൂ. കണ്ണടച്ച് നിങ്ങൾ ഇതിലൊരു കുത്തിട്ടാൽ അത് ഈ ഷെയ്ഡ് ചെയ്ത ഭാഗത്ത് വരാനുള്ള സാധ്യത എന്താണ്? അത്രയേ ഉള്ളൂ. നമ്മൾ കണ്ണ് പൂട്ടിയിട്ട് ഒരു ഡോട്ട് ഇട്ടാൽ അത് ഷെയ്ഡഡ് റീജിയനിൽ വരാനുള്ള പ്രോബബിലിറ്റി. ഇങ്ങനെ ഇനി ഒരു ക്വസ്റ്റ്യൻ നിങ്ങളെ എക്സാമിന് വന്നിട്ടുണ്ടെങ്കിൽ ഒരു സംശയം വേണ്ട, നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഇതിന് ആൻസർ 1/2 ആണ് വരിക. ഓക്കെ, 1/2 ആണ് വരിക. നമുക്ക് സാധ്യതകളുടെ ഗണിതം അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് മാത്തമാറ്റിക്സ് നമ്മൾ ജിയോമെട്രിക്കൽ പ്രോബബിലിറ്റി പഠിച്ചിട്ടുണ്ട് അല്ലെ? ജ്യാമിതീയ സാധ്യത പഠിച്ചിട്ടുണ്ട്. അവിടെ രണ്ട് ഓപ്ഷനാണ്. ഒന്ന് നമ്മൾ പറഞ്ഞത് ഇങ്ങനെയാണ്. നമുക്കിപ്പോ ഒരു സാധ്യത ഇതേപോലെ ചിത്രം തന്നെന്ന് വിചാരിക്കുക. ഇതാ ഇങ്ങനെ ഞാൻ നിങ്ങൾക്ക് ഇതാ ഈക്വൽ ആയിട്ടുള്ള കുറെ പീസ് ആക്കി മാറ്റി ചിത്രം തന്നു. ഞാനിതാ ഇവിടെ ഇങ്ങനെ ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്, ഇവിടെയും ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നിങ്ങളോട് ചോദിക്കുവാണ് കണ്ണടച്ച് നമ്മൾ ഇതിലൊരു ഡോട്ട് ഇട്ടാൽ ഒരു കുത്തിട്ടാൽ അത് ഈ ഷെയ്ഡ് ചെയ്ത ഭാഗത്ത് വരാനുള്ള സാധ്യത അല്ലെ? പ്രോബബിലിറ്റി ഓഫ് ദി ഡോട്ട് ബീങ് ഇൻ ദി ഷെയ്ഡഡ് റീജിയൻ. അങ്ങനെ ചോദിച്ചാൽ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ അന്നേ പഠിച്ചിട്ട് പ്രോബബിലിറ്റി കാണണമെങ്കിൽ എന്ത് ചെയ്യണം? ആകെ ടോട്ടൽ ഈക്വൽ ആയിട്ടുള്ള എത്ര പീസ് ഉണ്ട് നോക്കണം അല്ലെ? നമ്മുടെ പ്രോബബിലിറ്റി എന്ന് വെച്ചാൽ ടോട്ടൽ എത്രയാണോ അത് താഴെ എഴുതുക, നമ്മളോട് ചോദിച്ചത് എന്താണോ അത് മേലെ എഴുതുക. അങ്ങനെയാണ് നമ്മൾ പഠിച്ചത്. അപ്പൊ ഇവിടുന്ന് ആ ടോട്ടൽ എത്ര ഉണ്ട്? ഇതാ 1 2 3 4 5 6 7 8 അല്ലെ? 8 എണ്ണം ഉണ്ട്. അതിൽ നമ്മൾ എന്ത് ചെയ്യും? ഷെയ്ഡ് ചെയ്തത് എത്ര ഉണ്ട്? 1 2 3 മൂന്നെണ്ണമാണ്. അപ്പൊ നമ്മുടെ പ്രോബബിലിറ്റി അല്ലെങ്കിൽ സാധ്യത 3/8 എന്നൊക്കെ ഇതിൽ പറയാൻ പറ്റും. എന്നാൽ അതേപോലെ നമുക്ക് ഈ ചിത്രത്തിലേക്ക് പറയാൻ പറ്റുമോ? ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. എന്താണ്? നമുക്ക് എണ്ണി കണ്ടുപിടിക്കണമെങ്കിൽ ഒരുപോലെയുള്ള ആയിട്ടുണ്ടാവണം അല്ലെ? ഇവിടെ നോക്കിയേ, ഈ ട്രയാങ്കിൾ ഒരുപോലെയാണോ? ഇതൊരു ട്രയാങ്കിൾ ആണ്, പക്ഷെ ഇതൊരു റെക്ടാങ്കിൾ ആണ്, വീണ്ടും ട്രയാങ്കിൾ ആയി അല്ലെ? ഇത് രണ്ട് ത്രികോണങ്ങളും ഒരു ചതുരമൊക്കെയാണ് ഉള്ളത്. അപ്പൊ നമുക്ക് ഇതൊന്നും ഒരുപോലെയല്ല. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? എണ്ണീട്ട് ഇതെന്താ 1 2 3 ആകെ 3 എണ്ണം ഉണ്ട്. അതിൽ ഒരു ഭാഗം ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. 1/3 എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ ഓപ്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ 1/3 എന്തായാലും ഓപ്ഷനിൽ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ തെറ്റരുത്, ഇങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? എണ്ണി കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ അന്നേ പഠിച്ചിട്ടുണ്ട്. ഏരിയ, പരപ്പളവ്. ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് എന്ന് പറയുന്ന ഓപ്ഷനിലേക്കാണ് നിങ്ങൾ പോകേണ്ടത്. ഓക്കെ, അതിന് ഏറ്റവും നല്ല ഒരു ഐഡിയ നമുക്കറിയാം. പ്രോബബിലിറ്റി അല്ലെങ്കിൽ സാധ്യത കിട്ടണമെങ്കിൽ അല്ലെ? പ്രോബബിലിറ്റി അല്ലെങ്കിൽ സാധ്യത കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എന്തിന്റെ ഏരിയ ആണ് കാണേണ്ടത്? ടോട്ടൽ ഏരിയ എന്താണോ അത് താഴെ എഴുതണം അല്ലെ? ടോട്ടൽ ഏരിയ. മക്കളെ, ഇവിടെ ടോട്ടൽ ഏരിയ എന്ന് വെച്ചാൽ ഏതാ വരിക? ഇവിടെ ഏറ്റവും വലിയ ഷേപ്പ് ഇതാ ട്രയാങ്കിൾ ആണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ട്രയാങ്കിളിന്റെ ഏരിയ ആണ് വേണ്ടത്. ഏരിയ ഓഫ് ട്രയാങ്കിൾ. ഏരിയ ഓഫ് ട്രയാങ്കിൾ അല്ലെങ്കിൽ ത്രികോണത്തിന്റെ പരപ്പളവാണ് വേണ്ടത് അല്ലെ? ത്രികോണമാണ്. ജസ്റ്റ് ത്രികോണത്തിന്റെ പരപ്പളവാണ് നിങ്ങൾ താഴെ എഴുതേണ്ടത്. ആകെ എന്താണോ അത് താഴെ എഴുതുക. എന്റെ മുകളിൽ എന്ത് എഴുതണം? നമ്മളോട് എന്തിലാണോ ഷെയ്ഡ് വരാൻ പറഞ്ഞത്, ഷെയ്ഡഡ് റീജിയനിലാണ്, ഡോട്ട് വരാൻ പറഞ്ഞത് ഷെയ്ഡഡ് റീജിയനിലാണ്. അപ്പൊ അതെന്താണ്? റെക്ടാങ്കിൾ ആണ് അല്ലെ? അപ്പൊ ആ ചെറിയ ഭാഗത്തിന്റെ ഏരിയ വേണം നിങ്ങൾ മേലെ എഴുതാൻ. ഏരിയ ഓഫ് റെക്ടാങ്കിൾ വേണം നിങ്ങൾ മേലെ എഴുതാൻ. അല്ലെങ്കിൽ ചതുരം, ഞാൻ ചതുരം ഇങ്ങനെ ആക്കാം. ചതുരത്തിന്റെ പരപ്പളവാണ് നമ്മൾ മുകളിൽ എഴുതേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ആദ്യം ട്രയാങ്കിളിന്റെ ഏരിയ അല്ലെങ്കിൽ ത്രികോണത്തിന്റെ ഏരിയ കണ്ടുപിടിക്കുക, പിന്നെ ചതുരത്തിന്റെ ഏരിയ കണ്ടുപിടിക്കുക. ഓക്കെ, പിന്നെ റെക്ടാങ്കിൾ അല്ലെങ്കിൽ ചതുരത്തിന്റെ പരപ്പളവ് കണ്ടുപിടിക്കുക. അതിനും ചെറിയൊരു ടാസ്ക് ഉണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇവിടെ നമുക്ക് സൈഡുകൾ ഒന്നും തന്നിട്ടില്ല അല്ലെ? എന്തെങ്കിലും സൈഡ് തന്നാൽ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് കാണാൻ പറ്റും. എന്തുകൊണ്ട്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫോർമുല അറിയാം. എന്താ വരിക? ഹാഫ് BH ആണ് അല്ലെ? അര ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. പാദം ഗുണിക്കണം വരും. അതിൽ ബേസ് തന്നിട്ടുണ്ടോ? ഒന്നും തന്നിട്ടില്ല. ഹൈറ്റ് തന്നിട്ടുണ്ടോ? ഒന്നുമില്ല. ഒരു സൈഡ് പോലും തന്നിട്ടില്ല അല്ലെ? അങ്ങനെ ഒന്നും തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയുള്ള പരിപാടി നിങ്ങൾ നോക്കുക. ഇത്രയേ ഉള്ളൂ. സിമ്പിൾ ആയിട്ട് നോക്കിക്കോ. ഇത്രയേ ഉള്ളൂ. ഇവിടെ എല്ലാ സൈഡും ഈ ട്രയാങ്കിളിന്റെ ഈ ത്രികോണം, മട്ടത്രികോണം അല്ലെങ്കിൽ ട്രയാങ്കിളിന്റെ എല്ലാ സൈഡ്സിന്റെയും മിഡ് പോയിന്റ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. അതാണ് ജോയിൻ ചെയ്ത് വരച്ചിട്ടുള്ളത്. എന്ന് പറഞ്ഞാല് ഈ ഒരു സൈഡ് എത്രയാണോ അതിന്റെ നേരെ പകുതി ആയിരിക്കുമല്ലോ ഇവിടെ ഉണ്ടാവുക അല്ലെ? പകുതിയാണല്ലോ. അപ്പൊ നമുക്ക് ഒന്നും അറിയാത്തതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഇത് നമ്മൾ സാധാരണ ബേസ് ആയിട്ടാണ് ഈ സൈഡ് എടുക്കുക. ഇവിടെ നമ്മൾ ഹൈറ്റ് ആയിട്ടാണ് എടുക്കുക, അല്ലെങ്കിൽ ഓൾട്ടിറ്റ്യൂഡ് ആയിട്ടാണ് എടുക്കുക അല്ലെ? പാദം അതുപോലെ ഉയരം. നമുക്ക് ഇതിന് എന്ത് ചെയ്യാം? ഞാൻ ഇങ്ങനെ ചെയ്യാം. ഞാൻ തൽക്കാലം ഇവിടം മുതൽ ഇവിടം വരെയുള്ള ഭാഗം ഞാൻ B ആയിട്ട് എടുത്തുന്നിരിക്കും. ബേസിന്റെ B, വെറും B. അപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ടും എത്രയായിരിക്കും ഉണ്ടാവുക? ടോട്ടലിന്റെ നേരെ ഹാഫ് ആണ് തന്നിട്ടുള്ളത്. അപ്പൊ ഞാൻ ഈ ചെറിയ പീസ് B ആയിട്ട് എടുക്കുന്നെങ്കിൽ ഇതും B ആയിട്ട് തന്നെയാണ് ഉണ്ടാവുക. ഒരു കൺഫ്യൂഷനും ഇല്ല അല്ലെ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. 2B, ടോട്ടൽ 2B ആയിട്ട് വരും. അതിന്റെ പകുതിയാണ് രണ്ടും. ഇനി ഇങ്ങോട്ട് H ആയിട്ട് എടുക്കുന്നുണ്ട്. ഞാൻ ഈ ചെറിയ ഭാഗം, പകുതി ഭാഗം H ആയിട്ട് എടുക്കുന്നെങ്കിൽ ബാക്കി ഭാഗം എന്ത് തന്നെയായിരിക്കും ഉണ്ടാവുക? നമ്മളോട് പറഞ്ഞത് നേരെ മിഡ് പോയിന്റ് ആണ് അല്ലെ? അപ്പൊ ഇത് H തന്നെയാണ് ഉണ്ടാവുക. അപ്പൊ ഇതിന്റെ ടോട്ടൽ സൈഡ് എത്ര വരും? H plus H 2H എന്ന് വരും. ഇനി നിങ്ങൾക്ക് ട്രയാങ്കിൾ ഏരിയ കാണാൻ പറ്റുമോ? നോക്കിക്കോ. ഹാഫ് ഇൻറ്റു ബേസ് എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കുക,
ടോട്ടൽ ആണ് നമ്മുടെ ബേസ് അല്ലേ, ആകെ ഉള്ളതാണ് പാദം. അപ്പൊ ഇതെത്രയാണ്, ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു ബി ആണ്, ഇവിടുന്ന് ഇങ്ങോട്ട് വേറൊരു ബി ആണ്. അപ്പൊ ടോട്ടൽ 2b ആ വരും. അപ്പൊ 2b എന്ന് വരും ഇൻറ്റു h നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. ഇത് ടോട്ടലാ വേണ്ടത് 2h ആണ് അല്ലെ, h പ്ലസ് h ആണ്, 2h ആണ്. അതവിടെ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക. ഇനി ഇപ്പൊ നിങ്ങൾ നോക്കിയതാ, ഇവിടെ ഹാഫ് ഇൻറ്റു 2b ഇൻറ്റു 2h ആണുള്ളത്. വേണമെങ്കിൽ ഇവിടെ തന്നെ നമുക്ക് ക്യാൻസൽ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ വേണമെങ്കിൽ. ഓക്കെ, സിമ്പിൾ ആയിട്ട് ക്യാൻസൽ ചെയ്യാൻ പറ്റും. നോക്കിയേ, ഇവിടെ ഹാഫ് ഇൻറ്റു 2 എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം എന്താണ്, 1 ആണ് വരും അല്ലെ. 2 അരകൾ ചേർന്നാൽ 1 ആണെന്ന് അറിയാം. അപ്പൊ ഇവിടെ തന്നെ ഇതിനെ വേണം കട്ട് ചെയ്ത് കളയാം. ബാക്കി വരുന്നത് എന്താണ്, ഒരു 2 ഉണ്ട്, പിന്നെ ഒരു b ഉണ്ട്, ഒരു h ഉണ്ട്. 2bh ആണ് ടോട്ടൽ ട്രയാങ്കിളിന്റെ ഏരിയ. ഇനി അടുത്ത നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്, ഈ റെക്ടാംഗിളിന്റെ ഏരിയ എത്രയാണ് വരാൻ സാധ്യതയുള്ളതെന്ന് നോക്കുക. ഓക്കെ, റെക്ടാംഗിളിന്റെ ഏരിയ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, സിമ്പിൾ ആയിട്ട് മനസ്സിലാവും. അല്ലെങ്കിൽ ചതുരത്തിന്റെ പരപ്പളവ് കണ്ടാൽ മനസ്സിലാവും. എത്ര വരുക, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണല്ലേ, നമുക്ക് എല്ലാവർക്കും അറിയാം ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് ഫോർമുല വരിക. ഇവിടെ ലെങ്ത് നോക്കി നീളം കൂടിയത് ഏകദേശം ഇങ്ങോട്ടാണ് കാണുക. അപ്പൊ ലെങ്ത്തിന് വരെ നിങ്ങൾക്ക് വേണമെങ്കിൽ h എന്ന് കൊടുക്കാം അല്ലെ, h എന്ന് കൊടുക്കാം. ബ്രെഡ്ത്ത് വീതിയാണ്, വീതിക്ക് പോയതാ ഇങ്ങോട്ട് b എന്ന് കൊടുക്കാം. അപ്പൊ h ഇൻറ്റു b ആണ്, അല്ലെങ്കിൽ hb എന്ന് നമുക്ക് എഴുതാം. രണ്ടും കിട്ടി. ഇനി നമ്മുടെ ഫോർമുലയിൽ പോയിട്ട് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. therefore probability or സാധ്യത equal to ടോട്ടൽ ഏരിയ ട്രയാങ്കിളിന്റെ ഏരിയ ആണ്, അത് നമുക്ക് കിട്ടിയത് 2bh ആണ്. അത് ഞാൻ താഴെ എഴുതാം, 2bh ആണ്. മേലെ എന്താണ്, ഈ റെക്ടാംഗിളിന്റെ ഏരിയ ആണ്, ചതുരത്തിന്റെ പരപ്പളവാണ്, അത് hb ആണ്, അല്ലെങ്കിൽ bh. hb അല്ലെങ്കിൽ bh രണ്ടും സെയിം തന്നെയാണ്. ഓക്കെ, hb എന്ന് പറഞ്ഞാലും bh എന്ന് പറഞ്ഞാലും സെയിം തന്നെയാണ്. ഇനി നോക്കിയേ, മേലെയും താഴെയും bh ഒരുപോലെ ഉണ്ട്, രണ്ടും കട്ട് ചെയ്ത് കളയാം. ആ ഈ bh അങ്ങോട്ട് പോയി, ഇതും പോയി. ബാക്കി എത്ര വരുക ഒന്ന് ആലോചിച്ച് നോക്കിയേ. bh ഉം മേലെ പോയി, ഇവിടെ ഒന്നുമില്ല മീൻസ് അവിടെ എന്തുണ്ടാവും, 1 ഉണ്ടാവും അല്ലെ. അപ്പം മേലെ 1 ഉള്ളൂ, താഴെ 2 ബാക്കിയുണ്ട്. നമ്മുടെ ആൻസർ 1/2 ആണ് വരിക. അതാണ് ഞാൻ പറഞ്ഞത്, പ്രോബബിലിറ്റി എന്ന് വെച്ചാൽ 1/2 ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, നല്ലൊരു ക്വസ്റ്റൻ ആണ് ഇത്. ഓക്കെ, ഇത് നിങ്ങൾക്ക് 1 വേർഡ് ഒക്കെ വരുന്നെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്തിട്ടൊന്നും കാണിക്കേണ്ട കാര്യമില്ല. ആൻസർ 1/2 എന്ന് മാത്രം എഴുതി കൊടുത്താൽ മാത്രം മതിയാവും. ഓക്കെ, ഇതേപോലെ ഇനി എന്ത് കാര്യം വന്നാലും ട്രയാങ്കിളിന്റെ മിഡ് പോയിന്റുകളെ ജോയിൻ ചെയ്തിട്ടുള്ള റെക്ടാംഗിൾ ഒക്കെ വരുന്നെങ്കിൽ അവിടുത്തെ പ്രോബബിലിറ്റി 1/2 ആയിരിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. സിമ്പിൾ ആണ്. ഓക്കെ, റെഡി ആണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, x² മൈനസ് 4x എന്ന ബഹുപദത്തിന്റെ ചിത്രം x അക്ഷത്തെ മുറിക്കുന്ന ബിന്ദുവിന്റെ സൂചക സംഖ്യകൾ ചുവടെ കൊടുത്തവയിൽ ഏതാണെന്നാണ് ചോദിച്ചത് അല്ലെ. ഇതൊരു ബഹുപദമാണ്, പോളിനോമിയൽ ആണ് തന്നിരിക്കുന്നത് അല്ലെ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർ ദി കോർഡിനേറ്റ്സ് ഓഫ് ദി പോയിന്റ്സ് വേർ ദി ഗ്രാഫ് ഓഫ് ദി പോളിനോമിയൽ x² മൈനസ് 4x ഇന്റർസെക്ട്സ് ദി x ആക്സിസ് എന്നാണ് പറഞ്ഞത്. നമ്മൾ അന്നേ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ട് നമുക്ക് എക്സാമിന് വരും. 3 മാർക്ക് അല്ലെങ്കിൽ 4 മാർക്ക് വരെയൊക്കെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രോബബിലിറ്റി അല്ലെ, പോളിനോമിയൽ തന്നത് x² മൈനസ് 4x ആണ്. അപ്പൊ ഇത് എക്സ് ഗ്രാഫാണ്. നമ്മൾ ഗ്രാഫിന്റെ ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ മുമ്പ് പറഞ്ഞു, നമ്മൾ പഠിച്ചതാണ്, നിങ്ങൾക്ക് അറിയുന്നതാണ്. എക്സ് അക്ഷത്തിൽ അല്ലെ, എക്സ് അക്ഷത്തിൽ ഇത് മുറിക്കുന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ വേണമെങ്കിൽ ഒരു ഗ്രാഫ് പോവാം. അപ്പൊ ഇവിടെയാണ് മുറിക്കുക, അല്ലെങ്കിൽ ഇതിലൂടെ പോവാം, ഇവിടെയും വേണമെങ്കിൽ മുറിക്കാം. ഓക്കെ, അപ്പോ എക്സ് അക്ഷത്തെ മുറിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ അന്ന് പഠിച്ചിട്ടുണ്ട് എന്താണ് വരിക, സൂചക സംഖ്യ എഴുതുന്ന സമയത്ത് കോർഡിനേറ്റ് എഴുതുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, എക്സ് അക്ഷത്തിലെ ഏത് ബിന്ദു എടുത്താലും അവിടുത്തെ y 0 ആയിരിക്കും എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ എക്സ് മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ, y-ന്റെ സ്ഥലത്ത് 0 ആണ് ഉണ്ടാവുക. അപ്പൊ എക്സിന്റെ വില നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇവിടുന്ന് കണ്ടുപിടിച്ചാൽ മതി. ആ എക്സിന്റെ വാല്യൂ എത്രയാണോ അതെടുത്ത് ഇതിൽ കൊടുത്താൽ മതി. ചിലപ്പോൾ എക്സിന് ഒരു വാല്യൂ ഉണ്ടാവും, എക്സിന് അല്ലെങ്കിൽ 2 വാല്യൂയും വരാം. നമ്മൾ ചെയ്യുമ്പോൾ മനസ്സിലാവും അല്ലെ. അപ്പൊ നമ്മൾ അന്നേ പഠിച്ചിട്ടുണ്ട് എന്താണ്, ഇതിനെ സോൾവ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 2 രീതിയിൽ ചെയ്യാം. എന്ത് ചെയ്യണം, ഇതിന് നമുക്ക് ഈക്വൽ ടു 0 എന്ന് നിങ്ങൾ കൊടുക്കുക. അങ്ങനെയാണ് നമ്മൾ സോൾവ് ചെയ്യാൻ പോവുക അല്ലെ. ഇവിടെ നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഫോർമുല ഒന്നും യൂസ് ചെയ്യണം നിർബന്ധമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോർമുല യൂസ് ചെയ്തിട്ട് എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ ചെയ്യാം. ഞാൻ ഇവിടെ ചെയ്യുന്നത് രണ്ടിലും കോമൺ ആയിട്ട് എക്സ് ഉണ്ട് അല്ലെ, എക്സ് ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ഔട്ട് സൈഡിലേക്ക് എക്സിനെ എടുക്കാം, ഒന്നിനെ പുറത്തേക്ക് എടുക്കാം. അപ്പൊ x² ഒരു എക്സ് പുറത്തേക്ക് വന്നു. അപ്പൊ ബാക്കി എവിടെ നിന്നുണ്ടാവും, ഒരു എക്സ് മാത്രമാണ് ഉണ്ടാവുക. മൈനസ് 4x ഒരു എക്സ് ഇങ്ങോട്ടേക്ക് പുറത്തേക്ക് പോയി. അപ്പൊ അവിടെ ബാക്കി 4 ആണ് ഉണ്ടാവുക. ഈക്വൽ ടു 0 എന്ന് എഴുതാം. മക്കളെ, ഇതിന്റെ മീനിങ് ഇത്രയേ ഉള്ളൂ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. x into x minus 4 equal to 0 എന്നാണ് അതിന്റെ അർത്ഥം അല്ലെ. അതായത് ഇവിടുത്തെ അർത്ഥം ഇത്രയേ ഉള്ളൂ, ഒന്നെങ്കിൽ x 0 ആവണം, അല്ലെങ്കിൽ x minus 4 എന്ന് പറയുന്ന രണ്ടാമത്തെ ടേം, ഇത് മൊത്തത്തിൽ ഒരു ടേം ആണ്, രണ്ടാമത്തെ ടേം 0 ആവണം. ഇതാണ് ഇതിന്റെ അർത്ഥം. ഇതാ രണ്ട് നമ്പർ മൾട്ടിപ്ലൈ ചെയ്താൽ 0 ആവണമെങ്കിൽ ഒന്നെങ്കിൽ x എടുത്ത 0 ആവണം. അപ്പൊ 0 into x minus 4 എന്ന് വെച്ചാൽ അത് മൊത്തത്തിൽ 0 ആയി. അല്ലെങ്കിൽ x minus 4 ഉള്ള സ്ഥലത്ത് മൊത്തത്തിൽ 0 വരണം. അപ്പൊ x ഗുണിക്കണം 0 എന്ന് പറഞ്ഞാൽ 0 വരും. ഈ രണ്ട് ഓപ്ഷൻ ഉള്ളത്. അപ്പൊ ഒന്നെങ്കിൽ x ന്റെ വാല്യൂ 0 കിട്ടി, അല്ലെങ്കിൽ എന്ത് വരും, x minus 4 0 ആവാം. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം, x minus 4 0 ആവണമെങ്കിൽ 0 ആവണമെങ്കിൽ x equal to എത്ര വരാം, x minus 4 0 ആവണമെങ്കിൽ x equal to എത്ര വരും, ഈ minus 4 നേരെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങോട്ടേക്ക് എടുക്കാം. അപ്പൊ എന്ത് വരും, ഇവിടെ 0 ഉണ്ട്, പ്ലസ് 4 ആവും. അതായത് x ന്റെ വാല്യൂ എന്താവാം, പ്ലസ് 4 ഉം വരാം. ഓക്കെ, അപ്പൊ x ന്റെ വാല്യൂ 0 വരാം, അല്ലെങ്കിൽ x ന്റെ വാല്യൂ 4 വരാം. ഇനി നമ്മൾ എങ്ങനെ ഇത് ഗ്രാഫിനെ മുറിച്ച് കിടക്കുന്ന പോയിന്റ് ആയിട്ട് എഴുതുക, ഒരു പണിയില്ല, സിമ്പിൾ ആയിട്ട് കിട്ടും. നോക്കിക്കോ, നമ്മുടെ ഗ്രാഫിന്റെ വാല്യൂ ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങളോട്, എന്താ വരിക, x ആണ് വേണ്ടത്, 0, y എപ്പോഴും 0 ആയിരിക്കും ഉണ്ടാവുക.
ഇനി നോക്കുക ആദ്യത്തേൽ എക്സിന്റെ വാല്യൂ 0 കിട്ടി അല്ലെ, എക്സിന് 0 ആണ്. അപ്പൊ എക്സിൽ എടുത്ത 0 കൊടുക്കുക. അപ്പൊ 0 y എപ്പോഴും 0 തന്നെ, 1 0 0 വന്നു. അല്ലെങ്കിൽ എന്താവാം, എക്സിൽ എടുത്ത 4 വരാം, അപ്പോഴും y 0 തന്നെയാണ്, 4 0 ആവാം. എന്തുകൊണ്ട് ഇങ്ങനെ രണ്ടെണ്ണം വന്നത്? ഇവിടെ x നമുക്ക് രണ്ട് വാല്യൂ കിട്ടി അല്ലേ, ഒന്ന് x 0 ആണ്, x 4 ആണ്. അപ്പൊ രണ്ടും എടുത്ത് ഇവിടെ കൊടുക്കുക. എക്സിൽ എടുത്ത് ആദ്യം 0 കൊടുത്താൽ 0 0, ഇതാ ഇവിടെ നോക്കിയാൽ 0 0 വന്നിട്ടുണ്ട്. പിന്നെ x ന് 4 0, ഇതാ 4 0, ഓപ്ഷൻ എയിലാണ് വന്നത്. ഓക്കെ, നിങ്ങൾ തെറ്റാൻ പാടില്ല. ഓപ്ഷൻ ഡി നോക്കിയാൽ ഇതാ 0 0 വരുന്നുണ്ട്, പക്ഷെ അവിടെ രണ്ടാമത്തേലും -4 വരുന്നത്, ഇവിടെ നമുക്ക് -4 വരുന്നില്ല. ഓക്കെ, അപ്പൊ നമ്മുടെ ആൻസർ വരുന്നത് സിമ്പിൾ ആയിട്ട് മനസ്സിലായി, ഏതാണ് വരിക, ഓപ്ഷൻ എ ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അടുത്ത ക്വസ്റ്റിലേക്ക് വരാം. നല്ലൊരു സ്റ്റാൻഡേർഡ് ക്വസ്റ്റൻ ആണ് അത്, നമ്മളിത് നോട്ടിലൊക്കെ ചെയ്ത് തന്നെയാണ്, നിങ്ങൾ പഠിച്ചു തന്നെയാണ്, പ്രാക്ടീസ് ചെയ്ത് തന്നെയാണ് ഇത്. ഓക്കെ, ഒരു സ്ഥാപനത്തിൽ, ഇവിടെ ഒന്നും ചെയ്യാനൊന്നുമില്ല, ജസ്റ്റ് വായിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. ഒരു സ്ഥാപനത്തിലെ 25 തൊഴിലാളികളുടെ ദിവസ വേതനത്തിന്റെ മധ്യമം 1000 രൂപയാണ്. ഈ സ്ഥാപനത്തിലെ തൊഴിലാളികളുടെ വേതനത്തെക്കുറിച്ചുള്ള ചില പ്രസ്താവനകൾ കൊടുത്തിരിക്കുന്നു അല്ലെ. നല്ല ഡയറക്റ്റ് ക്വസ്റ്റൻ ആണല്ലോ, നിങ്ങൾ വായിച്ചു നോക്കിയിട്ടുണ്ടാവും, ആൻസർ എത്തിയിട്ടുണ്ടാവും അല്ലെ. ദ മീഡിയൻ ഡെയിലി വേജ് ഓഫ് 25 വർക്കേഴ്സ് ഇൻ എ ഫാക്ടറി ഈസ് 1000 rupees. കൺസിഡർ ദി സ്റ്റേറ്റ്മെന്റ്സ്. ഈ സെയിം ക്വസ്റ്റൻ നിങ്ങൾക്ക് ഇപ്പൊ കഴിഞ്ഞ സ്മൈൽ എക്സാമിന് വന്നിട്ടുണ്ട്, എല്ലാവരും കണ്ടിട്ടുണ്ട്. അവിടെ ഒരു മീഡിയൻ 52 52 തന്നുകൊണ്ട് ഇതേപോലത്തെ ക്വസ്റ്റൻ, 52 വരെ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്പർ മാറ്റി തന്നേ ഉള്ളൂ, സെയിം ആയിട്ട് തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇവിടെ എന്താ നമുക്ക് ശരിയായിട്ട് പറയാൻ പറ്റും, ഇവിടെ പറഞ്ഞ കാര്യത്തിലേ ഉള്ളൂ. 25 ആളുകളുണ്ട്, അവരുടെ മീഡിയൻ മധ്യമം 1000 തന്നിട്ടുണ്ട്. നമ്മൾ മീഡിയൻ കാണാനുള്ള പരിപാടിയൊക്കെ മുന്നേ പഠിച്ചിട്ടുണ്ട് അല്ലെ. എന്താ ചെയ്തത്, മീഡിയൻ അഥവാ മധ്യമം കിട്ടണമെങ്കിൽ നമ്മൾ പഠിച്ച കാര്യം ഇങ്ങനെയാണ്. എന്ത് ചെയ്തിട്ടുണ്ട്, എല്ലാവരുടെയും തന്നിരിക്കുന്ന എല്ലാവരുടെയും വരുമാനം അല്ലെ, നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെ ഓർഡറിൽ വരിയായിട്ട് എഴുതും. എന്നിട്ട് എന്ത് ചെയ്യും, ഏറ്റവും നടുക്ക് വരുന്നതാണ് നമ്മുടെ മീഡിയൻ. അപ്പൊ ഇവിടെ മധ്യമം 1000 എന്നാണ് തന്നിട്ടുള്ളത്. അതായത് അവർ ചിലപ്പോൾ കൂടി വരുന്ന രീതിയിൽ എഴുതുന്നുണ്ട്. ചിലപ്പോൾ എത്ര പൈസയുള്ള ആളുകൾ ആ ഫാക്ടറിയിലുണ്ട്, 25 ആളുകൾക്ക് ഒരേ പൈസ എന്നല്ല നമുക്കറിയാം, ചിലപ്പോൾ ഒരേ പൈസ ആവാം. എന്തായാലും നമ്മൾ എന്ത് ചെയ്യും, കൂടി വരുന്ന രീതിയിൽ ഇങ്ങനെ എഴുതും അല്ലെ. എന്തോ ആവട്ടെ, നമ്മളിങ്ങനെ എഴുതി കൂടി വന്നിട്ട് അവസാനം ഒരു 1000 ഇവിടെ എത്തും, നടുക്ക് 1000 ഉണ്ടാവും. പിന്നെ വീണ്ടും അതിനെക്കാട്ടും കൂടി നമ്പർ പോകും. ചിലപ്പോൾ എല്ലാം വേണമെങ്കിൽ 1000 ആവാം അല്ലെ, അപ്പോഴും നടുക്ക് 1000 തന്നെയാണ് ഉണ്ടാവുക. അപ്പൊ നമുക്ക് മീഡിയൻ 1000 അല്ലെങ്കിൽ മധ്യമം 1000 എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ അർത്ഥം ഇതാ, നടുക്കുള്ളത് 1000 ആണ്. ഇനി ഓരോ സ്റ്റേറ്റ്മെന്റ് വായിച്ചു നോക്ക്. ഈ സ്ഥാപനത്തിലെ തൊഴിലാളികളുടെ എല്ലാം ദിവസവേതനം 1000 രൂപയിൽ കൂടുതലാണ്. എല്ലാവരുടെ പൈസയും 1000 രൂപയിൽ കൂടുതലാണെന്ന് പറയാൻ പറ്റുമോ? എവറി വർക്കേഴ്സ് ഏൺസ് മോർ ദാൻ 1000 എന്ന് പറഞ്ഞാൽ ശരിയാവുക? എല്ലാവരും 1000ന്റെ കൂടുതലാണെന്ന് പറഞ്ഞാൽ നമ്മൾ വരിക്ക് എഴുതുന്ന സമയത്ത് എന്തായിരിക്കും, നടുക്ക് വരുന്ന 1000 ആയിരിക്കില്ലല്ലോ അല്ലെ. എല്ലാവർക്കും 1000ൽ കൂടുതൽ എന്ന് വെച്ചാൽ ഇവിടെ 1000 വരുന്നേ ഇല്ല. അപ്പൊ അതെന്തല്ല, ശരിയല്ല, നമുക്ക് തെറ്റാണെന്ന് പറയാം. ഒന്നാമത്തെ തെറ്റാണ്. 2, 12 തൊഴിലാളികളുടെ ദിവസവേതനം 1000 അതിൽ കുറവോ ആണ്. ഓക്കെ, എന്താണ് 12 വർക്കേഴ്സ് ഏൺ 1000 or more എന്നാണ് പറഞ്ഞത് അല്ലെ, 1000 or more എന്നാണ് പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത്തത് അല്ലെ, 12 workers earn 1000 or more. 1000 അതിൽ സോറി, നമ്മളിവിടെ മലയാളത്തിൽ ഇംഗ്ലീഷിൽ ഓപ്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിട്ടുണ്ട്. മൂന്നാമത്തെ നോക്കാം. ഓക്കെ, മൂന്നാമത്തെ വായിച്ചു നോക്കാം. മലയാളം മീഡിയം എന്താ പറഞ്ഞത്, 12 ആളുടെ അതിൽ കൂടുതലോ പിന്നെ അല്ലെങ്കിൽ 1000 ആണ് എന്നാണ് പറഞ്ഞത്. ശരിയല്ലേ? നോക്കിയേ, ആകെ 25 ആളുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഓക്കെ, ആകെ 25 ആളാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 12 ആള് 1000ൽ കുറവായിരിക്കും. പിന്നെ അടുത്ത 1000ൽ കൂടുതൽ ഒരു 12 ഉണ്ട്, ടോട്ടൽ 24 ആയി. നടുക്കുള്ളത് 1000 രൂപയുള്ള ആള്, അപ്പൊ ടോട്ടൽ ഒരാൾ നടുക്കുണ്ട്, അപ്പൊ ടോട്ടൽ 25 ആളായി. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് പറയാം, ഒന്നെങ്കിൽ ഈ 12 ആളുകൾക്കും എന്തായിരിക്കാം, 1000ൽ കുറവായിരിക്കാം, അല്ലെങ്കിൽ 1000 രൂപ തന്നെ ആവാം അല്ലെ. 1000 രൂപയാണെങ്കിൽ നമ്മൾ വരിക്ക് വരുമ്പോൾ അങ്ങനെ എഴുതുക. ഓക്കെ, അല്ലെങ്കിൽ എന്താവാം, 12 ആളുകൾക്ക് 1000ൽ കൂടുതലാവാം, അല്ലെങ്കിൽ അവർക്ക് വല്ലതും 1000 ആവാം. നിങ്ങൾ 2, 3 വായിച്ചു നോക്ക്. എവറി വർക്കേഴ്സ് ഏൺ മോർ ദാൻ 1000. ഓക്കെ, സോറി, 12 വർക്കേഴ്സ് ഏൺ 1000 or more. ശരിയല്ലേ? 12 ജോലിക്കാർക്ക് 1000 രൂപയോ കിട്ടാം, അല്ലെങ്കിൽ അതിൽ കൂടുതലോ കിട്ടാം. ശരിയാണെന്ന് മനസ്സിലായി അല്ലെ. അല്ലെങ്കിൽ എന്താ, 12 തൊഴിലാളി ദിവസവേന 1000 അതിൽ കൂടുതലോ ആണ്. ഇനി അടുത്ത് നമുക്ക് 12 വർക്കേഴ്സ് ഏൺ 1000 or less അല്ലെ, 1000 രൂപയിൽ കുറവോ അല്ലെങ്കിൽ 1000 രൂപയോ ആവാം. നമ്മളിപ്പോ പറഞ്ഞിട്ട് എന്തും ആവാം. അപ്പൊ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ മനസ്സിലാക്കുക, ഇവിടുത്തെ 2ഉം 3ഉം ആണ് ശരി. ഇനി ഈ സ്ഥാപനത്തിലെ തൊഴിലാളികൾക്ക് ഒരു ദിവസത്തെ വേതനം കൊടുക്കാൻ 25000 രൂപയാണ് ആവശ്യം. അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. 25 ആളുകളുടെ പൈസയും 1000 രൂപയായിട്ടാണ് അവർക്ക് കിട്ടുന്നതെങ്കിൽ 25 ആളുകൾക്കും കൂടിയിട്ട് 25000 രൂപയാണെന്ന് പറയാം. പക്ഷെ ടോട്ടൽ എമൗണ്ട് 25000 25,000 ആവണമെന്ന് ഒരു നിർബന്ധമില്ല. എന്തുകൊണ്ട്, പല പൈസ കിട്ടുന്ന ആളുണ്ട്. അവിടെ ചിലപ്പോൾ ആ സ്ഥാപനത്തിൽ ഒന്നാമത്തെ ആളുകൾക്ക് ചിലപ്പോൾ ഒരു 400 രൂപയായിരിക്കും കിട്ടല്, രണ്ടാമത്തെ ആളിന് 500 കിട്ടാം, കൂടി അടുത്ത ആൾക്ക് ചിലപ്പോൾ 1200 കിട്ടാം, പിന്നെ 1300 കിട്ടാം, അങ്ങനെ പല പൈസയും കിട്ടാം. അപ്പൊ എല്ലാം കൂടി കൂട്ടെ 25,000 വരണം എന്ന് ഒരു നിർബന്ധമില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പൊ 2, 3 ആണ് ശരി. അപ്പൊ ഇവിടെ എന്താ 1, 2 അല്ല 2, 3 ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. 2ഉം 3ഉം ആണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ആൻസർ. സിമ്പിൾ ആയി വിചാരിക്കുന്നു. ഇത് സ്മൈലിന് സെയിം ആണ്. ഇതിപ്പോ SCRT പബ്ലിഷ് ചെയ്ത ക്വസ്റ്റൻസ് ആണ്. അതുകൊണ്ട് ഇതേ ടൈപ്പിൽ നമുക്ക് മോഡൽ എക്സാമിന് പബ്ലിക്കിന് നമുക്ക് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് ആ ഒരു ഐഡിയ ഒക്കെ മനസ്സിലാക്കുക. നെക്സ്റ്റ്
അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് തന്നിട്ട് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഒരു സമാന്തര ശ്രേണിയുടെ 5ാം പദം 10ഉം 11ാം പദം 30ഉം ആണ് അല്ലെ. എന്താണ് the fifth term of an arithmetic sequence is 10 and 11th term is 30. ഈ ശ്രേണിയുടെ 23ാം പദം എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 23ാം പദം എന്താണ്? പിന്നെ ചോദിച്ചെന്താ ഈ ശ്രേണിയുടെ ആദ്യത്തെ 27 പദങ്ങളുടെ തുക കണക്കാക്കുക എന്നാണ് പറഞ്ഞത്. ഫൈൻഡ് ദി സം ഓഫ് ഫസ്റ്റ് 27 ടേംസ്. ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് രണ്ട് രീതിയിൽ അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും. ഇവിടെ പറഞ്ഞ കാര്യം ആദ്യം ഒന്ന് മനസ്സിലാക്കി വെക്കുക. എന്താ പറഞ്ഞത്? ഒരു സമാന്തര ശ്രേണി അല്ലെ, ഒരു സീക്വൻസിന്റെ ഫിഫ്ത്ത് ടേം ഇതാ നമ്മൾ ഇങ്ങനെ എഴുതല് x5. 5ാം പദം 10 ആണ്. പിന്നെന്താണ് 11ാമത്തെ പദം തന്നിരിക്കുന്നത് 30 ആണ്. 11ാമത്തെ പദം 30 ആണ് തന്നിട്ടുണ്ട്. ഓക്കെ, ഈ ശ്രേണിയുടെ 23ാം പദം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 23ാമത്തെ പദം ക്ലിയർ. 23ാം പദം എന്താണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെ ഇത് ചെയ്യാൻ പറ്റുക? 5ാമത്തെ ടേമും 11ാമത്തെ ടേമും നമുക്ക് തന്നിട്ടുണ്ട്. 23ാമത്തെ പദം എത്രയാണെന്ന് ചോദിച്ചാൽ നമുക്ക് ചെയ്യാനുള്ള ഒരു ഷോർട്ട് കട്ട് എങ്ങനെ ചെയ്യാൻ പറ്റും നമുക്ക്? നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, നല്ലൊരു സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ആണ് ഇത്. അപ്പൊ നിങ്ങൾക്ക് ഇവിടുന്ന് വേണമെങ്കിൽ എന്ത് ചെയ്യാം? നമ്മൾ അന്നേ പഠിച്ചിട്ടുണ്ട്, നമുക്ക് 23ാമത്തെ പദമാണ് വേണ്ടത് അല്ലെ. 23rd x 23 ആണ് നമുക്ക് ആവശ്യമുള്ളത്. ഓക്കെ, എന്ത് ചെയ്യാൻ പറ്റുക? നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? ഇവിടുന്ന് ഡയറക്റ്റ് നിങ്ങൾ പഠിച്ച മെത്തേഡിലാവുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ രണ്ട് സാധനം വെച്ച് പൊതുവ്യത്യാസം കോമൺ ഡിഫറൻസ് ഇവിടുന്ന് കണ്ടുപിടിക്കാൻ പറ്റും അല്ലെ. പൊതുവ്യത്യാസം എങ്ങനെ കിട്ടുക? പൊതുവ്യത്യാസം പഠിച്ച നമ്മൾ ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ് ആണ് അല്ലെ. ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ് ആണ്. പൊസിഷൻ ഡിഫറൻസ് മലയാളത്തിൽ നമ്മൾ പഠിച്ചതാണ്. പദവ്യത്യാസത്തെ നമ്മൾ എന്ത് ചെയ്യണം? സ്ഥാന വ്യത്യാസം കൊണ്ട് നിങ്ങൾ ഹരിച്ചാൽ മതി, നിങ്ങൾക്ക് പൊതുവ്യത്യാസം കിട്ടും. പദവ്യത്യാസം അഥവാ ടേം ഡിഫറൻസ് വെച്ചതാ ഫിഫ്ത്ത് ടേം ആണ് 10, 11th ടേം ആണ് 30. അപ്പൊ നമുക്ക് എന്ത് ടേം ഡിഫറൻസ് വെച്ചതാ 30ന്ന് 10 കുറക്കുക ബൈ പൊസിഷൻ ഡിഫറൻസ് വെച്ചതാ 30ന്റെ പൊസിഷൻ 11 ആണ്, മറ്റേതിൻ്റെത് 5 ആണ്. അതും കിട്ടി. 30ന്ന് 10 പോയി 20 വരും, 11ന്ന് 5 പോയാൽ 6 വരും. അപ്പൊ 20a/6 ആണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരിക. ഇതിനെ നിങ്ങൾ ചെറുതാക്കണം നിർബന്ധമൊന്നുമില്ല, അതുപോലെ തന്നെ അങ്ങ് വെച്ചാൽ മതി. ഓക്കെ, 20a/6 എന്ന് നിങ്ങൾ അങ്ങോട്ട് വെച്ചാൽ മതി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് വേണ്ടത് 23ാമത്തെ ടേം ആണ് വേണ്ടത് അല്ലെ. നമുക്കിവിടെ ഏത് വേണമെങ്കിലും എടുക്കാം. ഇതാ 11ാമത്തെ ടേം നമ്മുടെ കയ്യിലുണ്ട്. നമുക്ക് വേണ്ടത് 23ാമത്തെ ടേം ആണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് 23rd ടേം. അപ്പൊ ഇതാ ഒന്നാമത്തെ ആൻസർ എഴുതാൻ പോകുന്നത് 23ാമത്തെ വേണം. നമ്മുടെ കയ്യിൽ ഇപ്പൊ അടുത്തുള്ള അതിന്റെ അടുത്ത് ഇതാ 11ാമത്തെ പദം ഉണ്ട് അല്ലെ. 11ാമത്തെ ടേം നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് 11ാമത്തെ ടേമിന്റെ കൂടെ 11th ടേമിന്റെ കൂടെ എത്ര കോമൺ ഡിഫറൻസ് കൂട്ടിയാലാണ് ഈ 23rd ടേം കിട്ടുക നോക്കിയാൽ മതി. 23 ആവണമെങ്കിൽ 11ന്റെ കൂടെ എത്ര എണ്ണം കൂടെ കൂട്ടണം? സിമ്പിൾ ആയിട്ട് ഈ 23 11 കുറച്ചാൽ മതി അല്ലെ. അപ്പൊ എത്ര കിട്ടും? 12 എന്ന് കിട്ടും അല്ലെ. 12 ആണ് കിട്ടുക. ഇതാ 12. 12ഉം 11ഉം കൂട്ടിയാലാണ് 23 ആവുക. അപ്പൊ 12 തവണ കോമൺ ഡിഫറൻസ് കൂട്ടണം. ശരിയല്ലേ? ഇനി നിങ്ങൾ നോക്കിയതാ 11ാമത്തെ ടേം 10 എത്രയാണ്? 30 ആണ്. അപ്പൊ ഇതാ 30 പ്ലസ് 12 തവണ കോമൺ ഡിഫറൻസ് 12 × 20/6 ആണ് കോമൺ ഡിഫറൻസ്. 20/6 ഇതിങ്ങനെ കിട്ടാൻ ഞാൻ പറയാൻ കാരണം ഇവിടെ നിങ്ങൾക്ക് ഇപ്പൊ ഇതിനെ കട്ട് ചെയ്തിട്ട് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. നോക്കിയേ 30 അതുപോലെ വെക്കുക. നേരെ പോയിട്ട് 30ഉം 12ഉം കൂട്ടിയിട്ട് 42 ഗുണിക്കണം 20/6 എന്ന് എഴുതരുതേ. ഇത് 11th ടേം 30 വേറെ തന്നെയാണ്. 12 കോമൺ ഡിഫറൻസ് ആണ് ഒരുമിച്ചുള്ളത്. 12 ഇതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യണം. ചെറുതാക്കാൻ പറ്റുമല്ലോ. ഒന്നെങ്കിൽ 12നെ 20 കൊണ്ട് ഗുണിച്ചാൽ നിങ്ങൾക്ക് എത്ര കിട്ടും? 240 കിട്ടും. അതിനെ 6 കൊണ്ട് ഹരിക്കാം. ഓക്കെ, 6 കൊണ്ട് ഹരിച്ചാൽ നിങ്ങൾക്ക് 40 കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്താൽ മതി? ഇവിടുന്ന് നേരിട്ട് ഇതാ 12നെ 6നെ ഹരിക്കാൻ പറ്റും. 6 താഴെ ആയതുകൊണ്ട് ഇതാ 6 12ൽ എത്ര തവണയുണ്ട് നോക്കുക? 2 തവണയുണ്ട്. ഇപ്പൊ 2 ഗുണിക്കണം 20 40 കിട്ടും. അപ്പൊ എന്ത് കിട്ടുക? 30 കൂട്ടണം 2 ഗുണിക്കണം 20 40 എന്ന് കിട്ടും. രണ്ടും കൂടി കൂട്ടിയാൽ 70 ആണ് കിട്ടുക. അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് എന്ത് കിട്ടി? 23ാമത്തെ പദം കിട്ടി. 23rd ടേം കിട്ടി. 70 ആണ് കിട്ടിയത്. സിമ്പിൾ ആയിട്ട് 70 എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. ഇനി എന്താണ്? ഫൈൻഡ് സം ഓഫ് ഫസ്റ്റ് 27 ടേം. 27 അല്ലെ. ഫസ്റ്റ് 27 ടേംസിന്റെ സം ആണ് വേണ്ടത്. എങ്ങനെ 27 ടേമുകളുടെ സം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമോ? 27 ടേമുകളുടെ സം നമുക്ക് വേണം. 27 ടേമുകളുടെ സം നിങ്ങൾക്ക് ഞാൻ ഒരു ഐഡിയ പറഞ്ഞുതരാം. 27 ടേംസ് വെച്ചാൽ ഓഡ് നമ്പർ ടേം അല്ലേ. ഒറ്റസംഖ്യാ പദങ്ങളാണല്ലോ. എണ്ണം ഒറ്റസംഖ്യ ആണല്ലോ. നമ്മൾ അന്ന് പഠിച്ചിട്ടുണ്ട്. നമുക്ക് ഒറ്റസംഖ്യാ പദങ്ങളുടെ എണ്ണമായിട്ട് കിട്ടിയാൽ നമുക്ക് സമ്മ് കാണാൻ, തുക കാണാൻ നിങ്ങൾ ചെയ്യേണ്ട കാര്യം മിഡിൽ ടേമിനെ അല്ലെ, മധ്യപദം മിഡിൽ ടേമിനെ എന്ത് ചെയ്താൽ മതി? നമ്പർ ഓഫ് ടേംസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി എന്ന് നമ്മൾ അന്ന് പഠിച്ചിട്ടുണ്ട്. അതായത് തുക കിട്ടാനായിട്ട് ചെയ്യേണ്ടത് എന്താണ്? മധ്യപദത്തിനെ എണ്ണം കൊണ്ട്, പദങ്ങളുടെ എണ്ണം കൊണ്ട് ഹരിച്ചാൽ മതി. അപ്പൊ ഇവിടെ മിഡിൽ ടേം എന്ന് അറിയില്ലല്ലോ. ആകെ 27 പദങ്ങളുണ്ട്, ടേമുകളുണ്ട്. അതിന്റെ ഏറ്റവും മിഡില് മധ്യത്തിൽ നടുക്ക് വരുന്നത് എത്രാമത്തെ ടേം ആയിരിക്കും? അതിന് നമ്മൾ അന്നേ പഠിച്ചിട്ടുണ്ട്. എന്ത് ചെയ്താൽ മതി? 27ന്റെ തൊട്ടടുത്ത നമ്പർ 28 ആണ്. അതിന്റെ പകുതി എടുക്കുക. 14ാമത്തെ ടേം ആയിരിക്കും
മിഡിൽ വരും അല്ലെ. അപ്പൊ ഏറ്റവും നല്ലത് സിമ്പിൾ ആയിട്ട് നിങ്ങൾ ആദ്യം 14ാമത്തെ പദം എവിടുന്ന് കിട്ടുമോ നോക്കിയാൽ മതി. 14th ടേം കിട്ടുമോ നോക്കിയാൽ പോരെ, എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതാ 11ാമത്തെ ടേം 30 തന്നിട്ടുണ്ട്. അപ്പൊ 14ാമത്തെ ടേം കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, 11ാമത്തെ ടേമിന്റെ കൂടെ 3 തവണ കോമൺ ഡിഫറൻസ് കൂട്ടിയാൽ മതി അല്ലെ. 3 തവണ കോമൺ ഡിഫറൻസ് 20/6 ആണ്. അത് ചെയ്താൽ എന്ത് കിട്ടുന്ന 11ാമത്തെ ടേം 30 ആണ്. 30 പ്ലസ് 3 തവണ കോമൺ ഡിഫറൻസ്, ഇവിടെ നിന്ന് ഇതിനെ കട്ട് ചെയ്യാൻ പറ്റും. 3 6 2 തവണ, അപ്പൊ 20/2 വരും, അത് 10 ആണ്. അപ്പൊ 30 10 40, 14ാമത്തെ ടേം കിട്ടിയത് 40 ആണ്. ഇനി നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, സം ഓഫ് ഫസ്റ്റ് 27 ടേംസ് അല്ലെ. Therefore sum of 27 terms equal to middle term 40, മധ്യപദം 40 ആണ്. അതിനെ പദങ്ങളുടെ എണ്ണമായ 27 കൊണ്ട് ഗുണിക്കുക. എത്ര കിട്ടും നോക്കിയേ, നിങ്ങൾ സൈഡിൽ ചെയ്ത് നോക്കിയാൽ മതി. 4 7 28ന് 8 ബാക്കി 2, 4 2 8 2 10, 1080 ആയിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. ഓക്കെ, 1080 ആണ് നിങ്ങൾക്ക് കിട്ടുക. വളരെ എളുപ്പത്തിൽ കിട്ടും. ഇങ്ങനെ ചെയ്യാം. അടുത്ത ക്വസ്റ്റിലേക്ക് വരാം നമുക്ക്. നല്ല ഒരു ക്വസ്റ്റൻ ആണ് ഇതാ. വീണ്ടും സമാന്തര ശ്രേണി തന്നെയാണ്. നിങ്ങൾക്കറിയാം സമാന്തര ശ്രേണി അത്ര ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ നല്ല നീറ്റ് ആയിട്ട് തന്നെ ഇത് പഠിച്ചിട്ടുണ്ടാവണം. അത്യാവശ്യം സ്കോർ വരും 2 ചാപ്റ്ററും കൂടിയിട്ട്. ഓക്കെ, അരിത്തമെറ്റിക് സീക്വൻസിന്റെ 2 ചാപ്റ്റേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ ഒരു 15 മാർക്ക് നമുക്ക് അവിടുന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇതാ, ഒരു സമാന്തര ശ്രേണിയുടെ 7ാം പദത്തിന്റെയും 15ാം പദത്തിന്റെയും തുക 50 ആണ്. ശ്രേണിയുടെ 11ാം പദം എന്താണെന്നാണ് ചോദിച്ചത്. ഫസ്റ്റ് ക്വസ്റ്റൻ അല്ലേ. സം ഓഫ് 7th and 15th ടേം equal to 50. Find 11th term. Okay. എങ്ങനെ ചെയ്യാൻ പറ്റുമോ? നല്ല സ്റ്റാൻഡേർഡ് ക്വസ്റ്റൻ ആണ് ഇത്. 7ാമത്തെ ടേം ആണ് ഇത്. 7ാം ടേം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താണ്, 7th ടേം ആണ്. 7ാമത്തതും അതുപോലെ 15ാമത്തെ 15th കൂടെ കൂട്ടിയാൽ 50 കിട്ടും എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ 11th ടേം 11ാമത്തെ ടേം എത്രയാടാ എന്നാണ് ചോദിച്ചത്. ഞാൻ നിങ്ങൾക്ക് ഐഡിയ പറഞ്ഞുതരാം, ട്രിക്ക് പറഞ്ഞുതരാം. ഒന്നും നോക്കണ്ട. ഈ 15 7 കൂടെ കൂട്ടുക. പൊസിഷൻ നോക്കിയേ, 15 7 സ്ഥാനങ്ങൾ 15 7 കൂട്ടി 22 ആണ്. 22ന്റെ പകുതി എത്രയാ? 22ന്റെ പകുതി എത്രയാ? 11 അല്ലേ. ആ 11ാമത്തെ ടേം അല്ലേ കണ്ടുപിടിക്കാൻ പറഞ്ഞത്. ഐഡിയ കിട്ടിയോ? അപ്പൊ നിങ്ങളോട് ഇതാ ഇവിടെ തന്ന ആ പൊസിഷൻ നോക്കുക, സ്ഥാനങ്ങൾ നോക്കുക. 7th ഉം 15th ഉം 15ഉം 7ഉം കൂട്ടിയാൽ 22 ആണ് വരുന്നത്. അതിന്റെ പകുതി ആയിരിക്കും ഇവിടെ തന്ന പൊസിഷൻ 11th. അങ്ങനെയാണെങ്കിൽ തുക കിട്ടാൻ ഒന്നും നോക്കണ്ട, ഈ തന്ന 50യുടെ നേരെ പകുതി എടുത്താൽ മതി. വേറെ ഒന്നും നോക്കണ്ട. അപ്പൊ നമുക്ക് 11th ടേം കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ഇതാ സിമ്പിൾ ആയിട്ട് കിട്ടി. 11th ടേം ഈക്വൽ ടു തന്നിരിക്കുന്ന 50ന്റെ പകുതി തന്നെയായിരിക്കും. ആൻസർ 25 ആണ് വരിക. അപ്പൊ 11th ടേം കിട്ടി. ഒന്നാമത്തെ ആൻസർ 25 എന്ന് കിട്ടി. സിമ്പിൾ ആയിട്ട് കിട്ടി. എന്താ എളുപ്പം നോക്കിയേ. ഇതിന്റെ ട്രിക്ക് എന്ന് പറഞ്ഞാൽ അല്ല, ഇതിന്റെ ലോജിക് എന്താണെന്ന് നോക്കിയേ. 7ാമത്തെയും 15ാമത്തെയും പദത്തിന്റെ തുകയാണ് 50 എന്ന് പറഞ്ഞത്. മക്കൾ നിങ്ങൾ മനസ്സിലാക്കുക, ഈ 7ഉം 15ഉം നമ്മളൊരു സീക്വൻസ് എടുത്താല്, അരിത്തമെറ്റിക് സീക്വൻസ് എടുത്താല് അതിന്റെ ഏറ്റവും നടുക്ക് വരുന്നത് എത്രാമത്തെ ടേം ആണെന്ന് നോക്കുക. ആ മിഡിലിൽ വരുന്ന ടേം ആയിരിക്കും ഈ പറയുന്ന 11ാമത്തത്. എപ്പോഴും അങ്ങനെ ഉണ്ടാവും. നോക്കിക്കോ, 7ാമത്തെ ഞാൻ ഇങ്ങനെ എഴുതുക. 7ാമത്തെ കിട്ടിയതാ, 8ാമത്തത്, 9ാമത്തത്, 10ാമത്തെ ടേം, 11ാമത്തെ ടേം, സോറി 9 കഴിഞ്ഞാൽ 10ാമത്തതായി, 11ാമത്തെ ടേം, പിന്നെ എക്സ് 12ാമത്തെ പദം, 13, 14, 15, എക്സ് 15. ഓക്കെ, ഇതെല്ലാം നിങ്ങൾ എടുത്തൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇതിന്റെ ഏറ്റവും നടുക്ക് ഏതാ വരുക? ആകെ എത്ര ഉണ്ട്? 1 2 3 4 5 6 7 8 9 10 അല്ലെ. ഏതാ മിസ് ആയിട്ടുണ്ടോ? 7ാമത്തെയും 15ാമത്തെയും 7 8 9 9 അല്ലെ. 7 8 9, ഇവിടെ 10 വരും, ഇവിടെ 11 വരും, ഇവിടെ 12, ഇവിടെ 13, ഇവിടെ 14ാമത്തത്, ഇവിടെ 15 അല്ലെ. ഒരെണ്ണം അധികം എഴുതിപ്പോയി. ഓക്കെ, കുഴപ്പമില്ല. ഒരെണ്ണം നമ്മൾ അധികം ആയിപ്പോയതാണ്. ഇനി നിങ്ങൾ നോക്കുക. ഇതാ ഇനി നോക്കിയേ, ഇതിന് കൃത്യമായിട്ട് നോക്കിയാൽ ഇതിന്റെ ഏറ്റവും നടുക്കേത വരിക? 1 2 3 4 5 6 7 8 9 എണ്ണം ഉള്ളത്. 9 എണ്ണം ഏറ്റവും നടുക്കുള്ളത് 5ാമത്തെ ടേം ആയിരിക്കും. ഇതിൽ 5ാമത്തെ 11 അല്ലേ. ഇതാ സിമ്പിൾ ആയിട്ട് നോക്കിയേ. ഇവിടെ 4 എണ്ണം, ഇപ്പുറത്തെ സൈഡിലും 4 എണ്ണം, ഇവിടെയും 4 എണ്ണം. അപ്പൊ നടുക്ക് 11. അപ്പൊ ഇങ്ങനെ എപ്പോ തന്നാലും മനസ്സിലാക്കുക, ഒരു സീക്വൻസിന്റെ, ഒരു അരിത്തമെറ്റിക് സീക്വൻസിന്റെ, ഒരു ശ്രേണിയുടെ മിഡിൽ ടേമിൽ നിന്നും ഈക്വൽ ആയിട്ട് 2 ഭാഗത്തേക്കുമുള്ള ഒരേ ഡിസ്റ്റൻസിനാണ് ടേമുകൾ തന്നിട്ടുള്ളതെങ്കിൽ അതിന്റെ സം എന്ന് പറയുന്നത് മിഡിൽ ടേമിന്റെ ഡബിൾ ആയിരിക്കും. ഓക്കെ, എപ്പോഴും മനസ്സിലാക്കുക എന്താണ്, ഒരു സീക്വൻസ്, അരിത്തമെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയിലെ, നമ്മുടെ നോട്ടിൽ മുന്നേ എഴുതി വെച്ചാണ്, സമാന്തര ശ്രേണിയിലെ മധ്യപദത്തിൽ നിന്നും തുല്യ അകലത്തിലുള്ള, ഇരുവശത്തേക്കും തുല്യ അകലത്തിലുള്ള 2 പദങ്ങളാണെങ്കിൽ അവരുടെ തുക എന്ന് പറയുന്നത് ഈ മധ്യപദത്തിന്റെ ഡബിൾ ആയിരിക്കും. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഈ 2 ഭാഗത്ത് ഒരേ അകലത്തിലുള്ള 2 പദങ്ങളുടെ തുക തന്നാൽ അതിന്റെ പകുതി എടുത്താൽ എന്ത് കിട്ടും? മധ്യപദം കിട്ടും. ഇവിടെ നോക്കിയേ, ഇവിടെ നേരെ തുല്യ ഈക്വൽ ഡിസ്റ്റൻസിലാണ് 7th ടേമും അതുപോലെ 15th ടേമും ഉള്ളത്. രണ്ടും കൂടി കൂട്ടിയാൽ 50 കിട്ടും, 50 കിട്ടും എന്നാണ് പറഞ്ഞത്. അപ്പൊ മിഡിൽ ടേം കിട്ടാൻ ഒന്നും നോക്കണ്ട, ആ സം എത്രയാണോ അതിന്റെ നേരെ പകുതി എടുക്കുക, 25 ആയിരിക്കും വരിക. കിട്ടി നമുക്ക് ആൻസർ 25. ഇനി if common difference is 3, find 13th term and sum of first 25 terms.
നല്ല ക്വസ്റ്റൻ അല്ലേ? ഇതേ ഫ്രീക്വൻസിന്റെ പൊതുവ്യത്യാസം 3 ആണെങ്കിൽ 13ാമത്തെ പദം എന്താണ്? ആദ്യത്തെ 25 പദങ്ങളുടെ തുക എന്താണെന്നാണ് ചോദിച്ചത്. 13ാമത്തെ പദം എന്ന് വെച്ചാൽ എന്താണ്? 11 25 കിട്ടി. അപ്പൊ 12ാമത്തെ എത്രയായിരിക്കും? ഒരു കോമൺ ഡിഫറൻസ് നോക്കുക. 3 ആണ് കിട്ടിയത്. 3 ആണ് തന്നത്. കോമൺ ഡിഫറൻസ് 3 ആണ്. അപ്പൊ നമുക്ക് എളുപ്പത്തിൽ എന്ത് കിട്ടും? 13ാമത്തത് കിട്ടണമെങ്കിൽ 11ന്റെ കൂടെ 2 തവണ കോമൺ ഡിഫറൻസ് കൂട്ടുക അല്ലെ? 2 തവണ വെച്ചാൽ 2 3 6 ആണ്. അപ്പൊ 25 6 31 ആണ് വരിക. അല്ലെങ്കിൽ എന്ത് ചെയ്യുക? ഇവിടുത്തെ 25ന്റെ കൂടെ ഒരു തവണ 3 കൂട്ടിയാൽ 12ാമത്തെ ടേം കിട്ടും 28. ഒന്നും കൂടെ 3 കൂട്ടിയാൽ 13ാമത്തെ ടേം കിട്ടും 31. അപ്പൊ D 3 ആയതുകൊണ്ട് തന്നെ 13ാമത്തെ ടേം എളുപ്പത്തിൽ കിട്ടി. എത്രയാണ് വരിക? 25ന് കൂടെ 2 പൊതുവ്യത്യാസം. 2 പൊതുവ്യത്യാസം എന്ന് വെച്ചാൽ 2 3 6. അപ്പൊ ആൻസർ 31 ആണ് വരിക. അതും കിട്ടി. ഇനി ഡയറക്റ്റ് നോക്കിക്കോ. ആൻഡ് ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 25 ടേംസ് അല്ലെ? ആദ്യത്തെ 25 പദങ്ങളുടെ തുക എത്രയാണെന്ന് ചോദിച്ചത്. 25 പദങ്ങളുടെ തുക കാണാൻ എന്ത് പണിയുണ്ടോ? നിങ്ങൾ ആദ്യ പദവും അവസാന പദം ഒന്നും കണ്ടുപിടിക്കാൻ പോവല്ലേ. ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേം ഒന്നും കാണാൻ പോവണ്ട. നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ്? 25 ടേം വെച്ചതാ. നേരത്തെ തൊട്ട് മുന്നത്തെ ക്വസ്റ്റിൽ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. 25 പദങ്ങൾ എന്ന് പറഞ്ഞാൽ അവിടെ നിങ്ങൾ ആലോചിക്കേണ്ട ഒറ്റ കാര്യം, ആ ഫ്രീക്വൻസിൽ ആ ശ്രേണിയിൽ ആകെ 25 ടേമുകളാണ് ഇതിലുള്ളത്. അങ്ങനെയാണെങ്കിൽ ആ 25 എണ്ണം നമ്മൾ എഴുതിയാൽ അത് ഒറ്റ സംഖ്യയാണ് ടേമുകൾ അല്ലെ? പദങ്ങളുടെ എണ്ണം ഒറ്റ സംഖ്യ ആയിട്ടാണ് വന്നത്. അപ്പൊ ഒരു നടുക്കൊരു ടേം കിട്ടുമല്ലോ. ആ മിഡിൽ ടേം കിട്ടിക്കഴിഞ്ഞാൽ അതിനെ നമ്പർ ഓഫ് ടേംസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമ്മുടെ സമ്മായി. ഇനി ഇങ്ങോട്ട് ആലോചിച്ച് നോക്ക്. 25 എണ്ണം ഉണ്ടെങ്കിൽ അതിന്റെ ഏറ്റവും നടുക്ക് എത്രാമത്തെ ടേം ആയിരിക്കും? ഒന്നും നോക്കണ്ട, നമ്മൾ മീഡിയം എല്ലാം കാണുമ്പോൾ പഠിച്ചതാണ്. 25 ആണെങ്കിൽ 25ന്റെ തൊട്ടടുത്ത നമ്പർ 26 അതിന്റെ പകുതി എടുക്കുക 13 അല്ലെ? അപ്പൊ മിഡിൽ ടേം വരുന്നത് 13 ആയിരിക്കും. ടോട്ടൽ 25 എണ്ണം വരുമ്പോൾ അതിന്റെ മധ്യപദം വരുന്നത് 13ാമത്തെ ആയിരിക്കും. അപ്പൊ സമ്മ് കിട്ടാൻ നിങ്ങൾ ഒന്നും നോക്കണ്ട. എന്ത് ചെയ്താ? സം ഓഫ് ഫസ്റ്റ് 25 ടേംസ് ഈക്വൽ ടു മിഡിൽ ടേം വേണം ഇങ്ങനെ എഴുതാം. മിഡിൽ ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേംസ്. ഇവിടെ നമ്പർ ഓഫ് ടേംസ് 25 അല്ലെ? നമ്പർ ഓഫ് ടേംസ് മലയാളത്തിൽ മധ്യപദം ഇൻറ്റു പദങ്ങളുടെ എണ്ണം. ഇത് നോക്ക് സിമ്പിൾ ആയിട്ട് കിട്ടുവേ. മിഡിൽ ടേം എന്ന് വെച്ചാൽ ഇവിടെ കിട്ടിയത് എത്രാമത്തെയാ? 25ന്റെ ഞാൻ പറഞ്ഞു. 25ന്റെ തൊട്ടടുത്ത നമ്പർ 26. 26ന്റെ പകുതിയാണ് എന്ന് വെച്ചാൽ 13ാമത്തെ ടേം ആണ് വരിക. 13ാമത്തെ ടേം ആണ് നിങ്ങളോട് അതിൽ ആദ്യം ചോദിച്ചത്. 13ാമത്തെ ടേം എത്ര? അപ്പൊ അത് കിട്ടി 31 ആണ്. അപ്പൊ മിഡിൽ ടേം 31 ആണ്. അതിനെ ആകെ എണ്ണം എത്ര വരിക? സം ഓഫ് 25 ടേംസ് എന്ന് പറഞ്ഞുകൊണ്ട് സിമ്പിൾ ആയിട്ട് കിട്ടിയതാ 25. ഉറങ്ങിപ്പോവല്ലേ? സം ഓഫ് 25 ടേംസ് എന്നാ പറഞ്ഞത്. അപ്പൊ 25 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എത്ര വരിക? 10 25 വെച്ച് 250 അല്ലെ? 20 25 എന്ന് പറഞ്ഞാൽ എത്ര വരും? 500. 30 എണ്ണാകുമ്പോൾ 750. 31 ആകുമ്പോൾ 750 25 775 ആണ് വരിക. 775 ആണ് സം വരിക. അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക സൈഡിൽ. 25 ഗുണിക്കണം 31. 1 5 5 1 2 2 3 5 15 5 ബാക്കി 1 2 3 6 1 7 5 7 7 അങ്ങനെയും കിട്ടും. അപ്പൊ അത് നമുക്ക് സിമ്പിൾ ആയിട്ട് കിട്ടി. അപ്പൊ ഒന്ന് ആലോചിച്ചാൽ സിമ്പിൾ ആയിട്ട് കിട്ടും. അപ്പൊ എപ്പോഴും മനസ്സിലാക്കുക, പദങ്ങളുടെ എണ്ണം ഒറ്റ സംഖ്യ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? അതിന്റെ മിഡിൽ ടേം കണ്ടുപിടിച്ചാൽ വേഗം നമുക്ക് സം കിട്ടും. മിഡിൽ ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേംസ്. നമ്മൾ അന്നേ പഠിച്ചതാണ്. നെക്സ്റ്റ് ഇതേതാ ചാപ്റ്റർ? ഇതാ. ഒരാളോട് 3ന്റെ ഗുണിതമായ ഒരു രണ്ടക്ക സംഖ്യ പറയാൻ ആവശ്യപ്പെടുന്നു അല്ലെ? 3ന്റെ ഗുണിതമായ ഒരു രണ്ടക്ക സംഖ്യ പറയാൻ ആവശ്യപ്പെടുന്നു. ഈ സംഖ്യ ഒറ്റ സംഖ്യ ആകാനുള്ള സാധ്യത എന്താണ് അല്ലെ? പ്രോബിലിറ്റി ഓഫ് ഇറ്റ് ബീയിങ് ആൻ ഓഡ് നമ്പർ. പിന്നെയോ ഈ സംഖ്യ 6ന്റെ ഗുണിതമാവാനുള്ള സാധ്യത. പ്രോബിലിറ്റി ഓഫ് ഇറ്റ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 6. പിന്നെയോ പ്രോബിലിറ്റി ഓഫ് ഇറ്റ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 9. ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്. ഒരാളോട് 3ന്റെ ഗുണിതമായ രണ്ടക്ക സംഖ്യയാണ് പറഞ്ഞത്. 2 ഡിജിറ്റ് മൾട്ടിപ്പിൾ ഓഫ് 3 എന്നാണ് പറഞ്ഞത്. അപ്പോ രണ്ടക്ക സംഖ്യകളല്ല നമുക്ക് വേണ്ടത്, 3ന്റെ ഗുണിതങ്ങളായിട്ടുള്ള രണ്ടക്ക സംഖ്യ വേണ്ടത്. എത്ര എണ്ണം ഉണ്ട് നമ്മൾ നോക്കേണ്ടി വരും. എത്ര എണ്ണം ഉണ്ടാവും? എളുപ്പത്തിൽ കിട്ടൂലേ? 3ന്റെ ഗുണിതമായിട്ടുള്ള രണ്ടക്ക സംഖ്യ. 2 ഡിജിറ്റ് നമ്പർ എന്ന് വെച്ചാൽ 10 തുടങ്ങിയിട്ട് 10 11 എക്സെട്ര അങ്ങനെ എത്ര വരെ പോകണം? 99 വരെയാണ് 2 ഡിജിറ്റ് നമ്പർ രണ്ടക്ക സംഖ്യ. അതിൽ 3ന്റെ ഗുണിതമായിട്ടുള്ളത് നോക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യത്തെ 3ന്റെ ഗുണിതമായ രണ്ടക്ക സംഖ്യ ഏതായിരിക്കും? 10നെ 3 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? പറ്റൂല. 11നെ ഹരിക്കാൻ പറ്റുമോ? ഇല്ല. നെക്സ്റ്റ് നമ്പർ 12 നോക്കിയേ. 12നെ 3 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? 3 കൊണ്ട് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഉറപ്പായിട്ടും പറ്റും അല്ലെ? 3 into 4 ആണ് 12. അപ്പൊ ആദ്യത്തെ നമ്പർ കിട്ടി 12. ലാസ്റ്റത്തതോ ഇങ്ങനെ പോയി. 12 കഴിഞ്ഞാൽ പിന്നെ അടുത്ത എത്രയായിരിക്കും? 3 കൂട്ടിയാൽ മതി. 12 3 15 ആയിരിക്കും. പിന്നെ 15 3 18 അങ്ങനെ പോയിട്ട് ലാസ്റ്റ് 99 തന്നെ വരും അല്ലെ? എന്തുകൊണ്ടാ? 99 നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാം. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് 99 കിട്ടും. ഇനി എത്ര എണ്ണം ഉണ്ട് നോക്കാൻ ഇങ്ങനെ എല്ലാം എഴുതി നോക്കേണ്ട കാര്യമില്ലല്ലോ. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എണ്ണം കാണും. എണ്ണം കിട്ടാൻ നമ്മളൊരു ഫോർമുല പണ്ട് സീക്വൻസ് പഠിച്ചിട്ടുണ്ട്. n ഈക്വൽ ടു നമ്പർ ഓഫ് ടേംസ് ഈക്വൽ ടു ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ്. ഇവിടെ എത്ര വരിക? 3ന്റെ മൾട്ടിപ്പിൾ ആയതുകൊണ്ട് 3 ആയിരിക്കും. 3 ആണ് കൂട്ടി പോകുന്നത്. അപ്പൊ 3 ആണ് വരിക. ലാസ്റ്റ് പ്ലസ് 1. 99 12 പോയാൽ എത്ര വരും? 99 10 പോയാൽ 89, 2 പോയാൽ 87, 87 വരും. by 3 plus 1. 87 by 3 എത്ര വരിക?
8 എത്ര 3 ഉണ്ട് നോക്കിയാൽ മതി. 8 3 2 ആണ്. 2 3 6 ബാക്കി 2 ഉണ്ട്. 27 9 3 27 പ്ലസ് 1 ആണ്. അപ്പോൾ ടോട്ടൽ 30 നമ്പറാണ് ഉള്ളത്. അതായത് മക്കളെ 3 ഡിജിറ്റ് നമ്പേഴ്സ് 3 ഡിജിറ്റ്സ് സോറി 3യുടെ മൾട്ടിപ്പിൾസ് ആയിട്ടുള്ള 2 ഡിജിറ്റ് നമ്പേഴ്സ് എന്ന് വെച്ചാൽ 30 എണ്ണം 30 ആണ് വരിക. നമ്പർ ഓഫ് ടേംസ് 30 ആണ്. ഓക്കെ, ആകെ നമ്പർ 30 എണ്ണം വരിക. 3ന്റെ ഗുണിതങ്ങളായിട്ടുള്ള രണ്ടക്ക സംഖ്യകൾ 30 എണ്ണം ഉള്ളത്. അപ്പോൾ ടോട്ടൽ കിട്ടി. നമുക്ക് പ്രോബബിലിറ്റി കാണണമെങ്കിൽ, സാധ്യത കാണണമെങ്കിൽ ആകെ എണ്ണം വേണം. അത് കിട്ടി. ഇനി ഓരോന്നായിട്ട് നോക്കുക. ഈ സംഖ്യ ഒറ്റ സംഖ്യ ആകാനുള്ള സാധ്യത എന്താണ്? ഒറ്റ സംഖ്യ ആകാനുള്ള സാധ്യത അല്ലെ, അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് ഇറ്റ് ഈസ് ഓഡ് എന്ന് വരുക. ഈ 3ന്റെ ഗുണിതങ്ങൾ കുറേ എണ്ണം ഉണ്ട്. അതിൽ ഒറ്റ സംഖ്യ ആവാനുള്ള സാധ്യത എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. എന്താണ് മക്കളെ? എത്രയേ ഉള്ളൂ. നമ്മുടെ സീക്വൻസ് വരുന്നത് 12 അല്ലെ, പിന്നെ 15, പിന്നെ 3 കൂട്ടി എഴുതിയാൽ നമ്മൾ 18, അങ്ങനെ പോയിട്ട് 99 ഉണ്ടാവുക. ആകെ 30 നമ്പർ ഉണ്ടെന്ന് മനസ്സിലായി. എടാ, ആകെ 30 ഉണ്ടെങ്കിൽ നമുക്ക് അന്നേ അറിയാം. നമുക്ക് ആകെ എത്ര എണ്ണം കിട്ടിയാലും അതിൽ എന്തായിരിക്കും? 15 എണ്ണം ഒറ്റ സംഖ്യ ഓഡ് നമ്പർ ആയിരിക്കും. പിന്നെയോ ബാക്കി 15 എണ്ണം എന്തായിരിക്കും? ഈവൺ നമ്പേഴ്സ് ആയിരിക്കും. ഈവൺ നമ്പർ അല്ലെങ്കിൽ ഇരട്ട സംഖ്യ ആയിരിക്കും. അതിലൊന്നും ഒരു കൺഫ്യൂഷനും ഇല്ല. നിങ്ങൾക്കറിയാലോ, 10 നമ്പർ എടുത്ത് ആദ്യത്തെ 10 എണ്ണം എടുത്താൽ അതിൽ 5 എണ്ണം ഒറ്റ സംഖ്യ ആയിരിക്കും, 5 എണ്ണം ഇരട്ട സംഖ്യ ആയിരിക്കും അല്ലെ. അപ്പൊ 30 എണ്ണം ഉണ്ടെന്ന് മനസ്സിലായി. ഇങ്ങനെ എഴുതിയതാ, വരിവരിക്ക് എഴുതാൻ നോക്കുക. ആദ്യത്തേത് ഈവൺ നമ്പർ 12, പിന്നെ ഒറ്റ സംഖ്യ ഓഡ് നമ്പർ, പിന്നെ വീണ്ടും ഈവൺ നമ്പർ ഇരട്ട സംഖ്യ, പിന്നെ അടുത്തത് 18 3 21 ഒറ്റ സംഖ്യ. അങ്ങനെ പോകുമ്പോൾ 15 ഒറ്റയും 15 ഇരട്ടയും ഉണ്ടാവുക. 15 ഓഡ് നമ്പേഴ്സ്, അതുപോലെ 15 ഈവൺ നമ്പേഴ്സ്. ഇനി ഇങ്ങോട്ടോ. അപ്പൊ എന്താ ചോദിച്ചതാ? പ്രോബബിലിറ്റി ഓഫ് ഇറ്റ് ഈസ് ആൻ ഓഡ് നമ്പർ അല്ലെ. ഈ സംഖ്യ ഒറ്റ സംഖ്യ ആകാനുള്ള സാധ്യത. അപ്പൊ ഒന്നാമത്തെ ആൻസർ കിട്ടി. എന്താണ്? സിമ്പിൾ ആയിട്ട് കിട്ടി. പ്രോബബിലിറ്റി അല്ലെങ്കിൽ സാധ്യത ഈക്വൽ ടു ആകെ 30 എണ്ണം ഉണ്ട്, അതില് 15 എണ്ണം ഓഡ് നമ്പർ അത് കിട്ടി. 15/30 വേണമെങ്കിൽ 1/2 എന്ന് ചെറുതാക്കി എഴുതാം. പിന്നെ ആക്കണം എന്ന് ഒരു നിർബന്ധമില്ല, അതുപോലെ വെച്ചാൽ മതി. രണ്ടാമത്തെ ആൻസറിലേക്ക് പോകണമെങ്കിൽ വായിച്ചു നോക്കാം. എന്താണ്? പ്രോബബിലിറ്റി ഓഫ് ഇറ്റ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 6 എന്നാണ് പറഞ്ഞത്. ഈ എടുക്കുന്ന സംഖ്യ അല്ലെ, ആ ഒരാൾ എടുക്കുന്ന സംഖ്യ 6ന്റെ ഗുണിതമാവാനുള്ള സാധ്യത. 6ന്റെ ഗുണിതമാവാനുള്ള സാധ്യത വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? ഒന്നിങ്ങനെ നോക്കേണ്ടി വരും. ഒന്നിടവിട്ട നമ്പേഴ്സ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. നമ്മളിങ്ങനെ നോക്കേണ്ടി വരും. ഏതൊക്കെ വരുമോ എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് നോക്കി നോക്കാം. 6ന്റെ മൾട്ടിപ്പിൾസ് ഇവിടെ ഏതൊക്കെ വരുക? 12ന് ശേഷം വരുന്ന 6ന്റെ മൾട്ടിപ്പിൾസ് നോക്കിയാൽ മതി. 100 വരെയുള്ള 6ന്റെ മൾട്ടിപ്പിൾസ് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ കിട്ടും. ഓക്കെ, വെറുതെ നമുക്ക് വേണമെങ്കിൽ എഴുതി നോക്കിയതാ. 12 22 അല്ലെ, 6 12 3 6 18 വരും. 4 6 24 അല്ലെ. 5 into 6 5 6 എത്ര വരും? 30, പിന്നെ 36, പിന്നെ 42, പിന്നെയോ 48, പിന്നെന്താ വരുക? 6 8 47 8 നെക്സ്റ്റ് 56 അല്ലെ. 8 8 64 9 8 എത്ര വരും? 9 into 8 എത്ര വരും? 70. കൂട്ടി എഴുതിയാൽ മതി. 64 6 56ഉം നമുക്ക് വേണ്ടത് സോറി 6ന്റെ മൾട്ടിപ്പിൾ ആണ് അല്ലെ, 6ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പൊ ഇതാ 18 24 30 36 42 6 48 48 6 54 ആണ് അല്ലെ. മാറിപ്പോയി. 54 ആണ്. 54 ആണ് വരിക. 54 പിന്നെ 10 60 ആയി. 66 അല്ലെ. 72 72 6 78 78ഉം 6ഉം 84 വരും. 84ഉം 6ഉം 90 വരും. 90 ആണ് 96. പിന്നെ 102 വരും. നമുക്ക് 102ന് ആവശ്യമില്ലല്ലോ. നമുക്ക് 2 ഡിജിറ്റ് നമ്പറേ ആവശ്യമുള്ളൂ. അപ്പൊ ഇതിന്റെ ആവശ്യമില്ല. ഇത്ര എണ്ണം വരിക. നമുക്ക് എത്ര എണ്ണം ഉണ്ട്? 1 2 3 4 5 6 7 അല്ലെ. 3 3 6 7 8 9 10 11 12 13 14 15 അതും 15 എണ്ണം തന്നെയാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? പ്രോബബിലിറ്റി കിട്ടി. എന്താണ്? ടോട്ടൽ 3യുടെ മൾട്ടിപ്പിൾസ് ആയ 2 ഡിജിറ്റ് നമ്പർ 30 എണ്ണം, അതിൽ 15 എണ്ണം ആണ് 6ന്റെ മൾട്ടിപ്പിൾ. ഇനി 9ന്റെ ഏതാണെന്ന് നോക്കാൻ എന്ത് ചെയ്താൽ മതി? ഇതിന്റെ ഉള്ളിലാ, ഈ തന്നിരിക്കുന്നതിന്റെ ഉള്ളിൽ എന്ത് ചെയ്താൽ മതി? 9ന്റെ ഏതൊക്കെയാണെന്ന് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. വളരെ എളുപ്പത്തിൽ കിട്ടും. 18 അല്ലെ. 2 9 18 4 9 36 36 വരും. 2 എണ്ണായി. പിന്നെ ഏതാ വരുക? 54 വരൂലേ? ഇതാ 3 എണ്ണായി. പിന്നെ ഏതാ വരുക? 72 വരൂലേ? ഓക്കെ, അടുത്ത എത്ര? 90 വരും. ഇതാ 1 2 3 4 5 എണ്ണാണ് വരിക. ഓക്കെ, അല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഓരോന്നായിട്ട് തന്നെ വേണമെങ്കിൽ നോക്കാം. എന്ത് ചെയ്താൽ 9ന്റെ മൾട്ടിപ്പിൾസ് നോക്കിയാൽ മതി. എന്തെല്ലാം വരും 9ന്റെ മൾട്ടിപ്പിൾസ്? 1 9 9 29 18 3 9 എത്ര വരും? 27 അല്ലെ. 36 45 27 ഇതിലില്ലല്ലോ. 27 ഇതിലില്ലേ? സോറി 27 ഉണ്ടല്ലോ അല്ലെ. 27 നമുക്ക് എടുക്കാമല്ലോ. സോറി, നമ്മളിപ്പോൾ പറഞ്ഞത് വിട്ടുപോയി, മിസ്സായി പോയി, ശ്രദ്ധിച്ചോ. സോറി, മാറിപ്പോയി. ഓക്കെ, 18 എടുക്കാം, 27 എടുക്കാം, 36 എടുക്കാം, 45 എടുക്കാം, 54 എടുക്കാം, 63 എടുക്കാം, പിന്നെയോ 72 എടുക്കാം, 81 എടുക്കാം, പിന്നെ 90 എടുക്കാം, പിന്നെ 99 എടുക്കാം. 9ന്റെ മൾട്ടിപ്പിൾസ് ആണ് അല്ലെ. പ്രോബബിലിറ്റി ഓഫ് ഇറ്റ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 9. കൂട്ടി നോക്കിക്കോ. 1 2 3 4 5 6 7 8 9 10 എണ്ണ വരിക. അപ്പൊ സിയുടെ ആൻസർ കിട്ടി. പ്രോബബിലിറ്റി ഓഫ് ഇറ്റ് ബീയിങ് ആൻ മൾട്ടിപ്പിൾ ഓഫ് 9. 9ന്റെ ഗുണിതമാവാനുള്ള സാധ്യത ടോട്ടൽ 30 ഉണ്ട്. അതില് എത്ര എണ്ണം വരും? 10 എണ്ണം വരും. വേണമെങ്കിൽ 1/3 എന്ന് ചെറുതാക്കിയിട്ട് എഴുതാം. ഇത്രയേ ഉള്ളൂ. ഒന്ന് വായിച്ച് മനസ്സിലാക്കി നമുക്ക് കിട്ടും. അപ്പൊ ശ്രദ്ധിക്കണം. ഇപ്പൊ നമ്മൾ തന്നെ പറയുമ്പോൾ മാറിപ്പോയിട്ടുണ്ടായിരുന്നു. നല്ല വൃത്തി ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങൾ ചെയ്യാൻ. അപ്പൊ നമുക്കൊന്നും തെറ്റില്ല. ഓക്കെ, ഒരു തെറ്റും വരാനുള്ള സാധ്യതയില്ല.
നെക്സ്റ്റ് ഇതാ വീണ്ടും സാധ്യതകൾ തന്നെയാണ്, നല്ലൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇതാ രണ്ട് പെട്ടികളിൽ ഓരോന്നിലും 1 മുതൽ 10 വരെയുള്ള എണ്ണൽ സംഖ്യകൾ എഴുതിയ 10 കടലാസ് കഷ്ണങ്ങൾ വീതം ഉണ്ട്. ഇതിൽ നിന്നും ഓരോ കടലാസ് കഷ്ണങ്ങൾ വീതം എടുത്താൽ ഇതാ 2-3 ക്വസ്റ്റ്യൻ ഉണ്ട് നോക്കാം. നമ്മൾ അന്നേ പറഞ്ഞിട്ട് ക്ലാസ്സിൽ പറഞ്ഞാണ് ഈ രണ്ട് പെട്ടി, രണ്ട് കുട്ട വെച്ച ബാസ്ക്കറ്റ് എന്നൊക്കെ പറഞ്ഞ ക്വസ്റ്റ്യൻ വരാറുണ്ട് ഫ്രൂട്ട്സ് ഒക്കെ ബന്ധപ്പെട്ടിട്ട്. എന്ത് വന്നാലും എന്ത് ചെയ്യണം, സിമ്പിൾ ആയിട്ട് രണ്ട് കുട്ടകൾ വരച്ചു കൊടുക്കുക, അല്ലെങ്കിൽ രണ്ട് പെട്ടി വരയ്ക്കുക. ഒന്നാമത്തെ പെട്ടിയിൽ 1, 2, 3 എക്സെട്ര 10 നമ്പർ ഉണ്ട്. രണ്ടാമത്തെ ബോക്സിൽ അതുപോലെ തന്നെയാണ് 1, 2, 3 എക്സെട്ര 10 എണ്ണം ഉണ്ട്. രണ്ട് പെട്ടികൾ ഓരോന്നിനും 1 മുതൽ 10 വരെ എന്ന് പറയുന്നുണ്ട്. 2 boxes contain slips numbered 1 to 10 എന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലായ്പ്പോഴും അങ്ങനെ ആവുന്നില്ല, ചിലപ്പോൾ ഒന്നിൽ 10 വരെ ഉണ്ടാവും, മറ്റേതിൽ ചിലപ്പോൾ 5 വരെ ആവാം, ചെറുതാവാം. അപ്പൊ മക്കൾ നമ്മൾ അന്ന് പറഞ്ഞത് ഇത് ഒന്നാമത്തെ പെട്ടിയാണ്, ഇത് രണ്ടാമത്തെ പെട്ടിയാണ്. അങ്ങനെ നമ്മൾ ഇതിൽ എന്തെല്ലാം വരുന്നത് എഴുതിയാൽ തൊട്ടടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണ്, ആദ്യത്തെ പെട്ടിയിൽ ടോട്ടൽ എത്ര ഉണ്ട് നോക്കുക, 10 എണ്ണം ഉണ്ട്. രണ്ടാമത്തിലും ടോട്ടൽ ഇവിടെ 10 എണ്ണം തന്നെ, അത് തൊട്ട് താഴെയായിട്ട് എഴുതി വെക്കുക. അപ്പൊ പെട്ടികളെ കുറിച്ച് പറഞ്ഞാൽ ആദ്യം രണ്ട് പെട്ടി എടുക്കുക, ആ പെട്ടിയിൽ എന്തെല്ലാം ഉണ്ടെന്ന് ആദ്യം എഴുതി വെക്കുക, എന്നിട്ട് അതിന്റെ ടോട്ടൽ താഴെ എഴുതി വെക്കുക. വേഗം ആൻസർ ചെയ്യാൻ പറ്റും. ഇനി നോക്കിയേ, ഇതിൽ നിന്ന് ഓരോ കടലാസ് കഷ്ണങ്ങൾ വീതം എടുത്താൽ രണ്ടെണ്ണം ഓരോന്ന് വീതം നമ്മളിങ്ങനെ എടുക്കാൻ പോയാൽ എന്താ ചോദിച്ചത്, അവയുടെ ഗുണനഫലം അഭാജ്യ സംഖ്യ ആവാനുള്ള സാധ്യത എന്താണ്? ഓക്കെ, പ്രോബബിലിറ്റി ഓഫ് പ്രൊഡക്റ്റ് ഈസ് പ്രൈം. അഭാജ്യ സംഖ്യ ആവാനുള്ള സാധ്യത. മക്കൾ ആദ്യം നിങ്ങൾ നോക്കേണ്ടത് നമുക്ക് ടോട്ടൽ എത്ര കിട്ടും നോക്കണം അല്ലേ. നമ്മൾ അന്നേ പറഞ്ഞിട്ട് രണ്ടെണ്ണം വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ കൂട്ടുന്ന പരിപാടി ഇല്ല. ടോട്ടൽ കിട്ടാൻ എന്ത് ചെയ്യണം, ടോട്ടൽ അല്ലെ, പോസിബിൾ പെയേഴ്സ്, ടോട്ടൽ നമ്പർ ഓഫ് പോസിബിൾ പെയേഴ്സ് അത് ആദ്യം കണ്ടുപിടിക്കണം അല്ലെ. ടോട്ടൽ നമ്പർ ഓഫ് പോസിബിൾ പെയേഴ്സ് ആണ്, പോസിബിൾ പെയേഴ്സ്. അത് ചിലപ്പോൾ ഡയറക്റ്റ് ചോദിക്കും അല്ലെങ്കിൽ കണ്ടുപിടിക്കണം. 10 × 10 ആണ്. രണ്ടിലെ എണ്ണങ്ങൾ തമ്മിൽ ഗുണിക്കുവാണ് വേണ്ടത്. ഇവിടുത്തെ 10ഉം ഇവിടുത്തെ 10ഉം മൾട്ടിപ്ലൈ ചെയ്യുക, 100 കിട്ടും. അതായത് ആകെ സാധ്യമായ ജോഡികൾ എന്ന് പറയും. ആകെ സാധ്യമായ ജോഡികൾ 100 എണ്ണമാണ്. ഇനി അതിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആകെ സാധ്യമായ ജോഡികൾ 100 എണ്ണം ആയതുകൊണ്ട് തന്നെ അതിൽ ഇനി എന്ത് ചെയ്യണം, അവയുടെ ഗുണനഫലം അഭാജ്യ സംഖ്യ ആവാനുള്ള സാധ്യത എന്താണെന്നാണ് ചോദിച്ചത്. അഭാജ്യ സംഖ്യ, പ്രൈം നമ്പർ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്. എടാ ഇവിടുന്ന് എടുക്കുമ്പോൾ നമുക്ക് പെയർ ആയിട്ടാണ് കിട്ടുക. 1 1 1 1 വരും അല്ലെ, പിന്നെ 1 2 വരും, പിന്നെ 1 3 വരും. ഒന്നിനെ ഇവിടുത്തെ 1നെ ഇവിടുത്തെ 10 എണ്ണമായിട്ട് പെയർ ചെയ്യുക. 1 4 വരും, അങ്ങനെ വരും. അടുത്തത് 2 1 2 2 2 3 2 4 അങ്ങനെ വരും അല്ലെ. അങ്ങനെ വരുമായിരുന്നു. 10 × 20 100 ജോഡികൾ കിട്ടും. ഇതൊക്കെ നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണ്. അപ്പൊ അതിലെ പ്രോബബിലിറ്റി ഓഫ് പ്രൊഡക്റ്റ് ഈസ് പ്രൈം എന്ന് വെച്ചാൽ, അതായത് അവയുടെ ഗുണനഫലം അഭാജ്യ സംഖ്യ ആവണം എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ രണ്ട് നമ്പർ കൂടെ ഗുണിച്ചാൽ പ്രൈം നമ്പർ ആവണം. അതായത് 1 1 1 × 1 പ്രൈം നമ്പർ ആവണം, 1 × 2 പ്രൈം നമ്പർ ആവണം. അങ്ങനെയുള്ള പിന്നെ പ്രോബബിലിറ്റി ആണ് ചോദിച്ചത്. നിങ്ങൾക്ക് ഇവിടുന്ന് പറയാൻ പറ്റും 1 × 1 എന്തല്ല, പ്രൈം നമ്പർ അല്ല അല്ലെ. എന്തുകൊണ്ടല്ല, നമുക്ക് എല്ലാവർക്കും അറിയാം പ്രൊഡക്റ്റ് 1 ഒരിക്കലും പ്രൈം നമ്പർ അല്ല. പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, അഭാജ്യ സംഖ്യകൾ വരുന്നതിന് എന്താണ്, 2 പിന്നെ 3 പിന്നെ 5 പിന്നെ എന്താ വരിക 7 അല്ലെ. പിന്നെ 8 വരില്ല, 9 വരില്ല, 10 വരില്ല, 11 വരും, 13 വരും. ആ ഒരു ഓർഡറിലാണ് പോവുക. 6ന്റെ മൾട്ടിപ്പിൾസിന്റെ അപ്പുറം ഇപ്പുറം നോക്കിയാൽ മതി. ഓക്കെ, ഇതാണ് അഭാജ്യ സംഖ്യ അല്ലെങ്കിൽ പ്രൈം നമ്പേഴ്സ്. ഇങ്ങനെയാണ് പോവുക. അപ്പൊ ഗുണനഫലം ഇങ്ങനെ കിട്ടണം. അങ്ങനെ കിട്ടാൻ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇതാ ഒന്നാമത്തത് 1 2 അല്ലെ. ഇതാ 1ഉം 2ഉം പ്രൈം നമ്പർ ആവും. 1 × 2 2 പ്രൈം നമ്പർ ആണ്. നെക്സ്റ്റ് 1 3 വരും, പ്രൈം നമ്പർ ആണ്. അടുത്ത ഇവിടുത്തെ പ്രൈം നമ്പർ ഏതാന്ന് നോക്കുക, 1 5 വരും. അടുത്തത് 1 7 വരും. പിന്നെ 1 9 വരില്ല, 8 വരില്ല, 10 ഒന്നും വരില്ല അല്ലെ. അപ്പൊ അതിന്റെ പരിപാടി കഴിഞ്ഞു. ഇനി ഇവിടുന്ന് 1 1 2 1 3 1 4 എല്ലാം കഴിഞ്ഞു. ഇനി ഇവിടുന്ന് 2 വരുക. 2 എടുത്തിട്ട് ഒരു നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് കാര്യമില്ല. പിന്നെ 2 1 വേണമെങ്കിൽ എടുക്കാം. 1 2 വരുന്ന സമയത്ത് തന്നെ 2 1 വരും. അതുപോലെ 3 1 വരും. പിന്നെ 5 1 വരാം. പിന്നെ 7 1 ഉം വരാം. അങ്ങോട്ടും ഇങ്ങോട്ടും മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ഈ പറഞ്ഞ പ്രൈം നമ്പേഴ്സ് തന്നെയാണ് കിട്ടുക, അഭാജ്യ സംഖ്യ തന്നെയാണ് കിട്ടുക. ഇനി നമുക്ക് അതല്ലാണ്ട് വേറൊന്നും കിട്ടാനുണ്ടോ നോക്കിയാൽ നിങ്ങൾ. വേറെ ഇപ്പൊ എന്തെങ്കിലും കിട്ടാൻ വേണ്ടി നോക്കിയതാ 2 1 ആയി. ഇനി 2 2 2നെ കൊണ്ട് ഇനി വേറെ ഏത് നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്താലും ഈവൺ നമ്പറാ വരിക അല്ലെ. ഇനി 3 എടുത്ത 3 1 വന്നു, നമ്മൾ എഴുതി. 3 × 2 6 ആണ്, 3 × 3 9 ആണ്, 3 × 4 നോക്കിയിട്ട് കാര്യമുണ്ടോ, ഒരിക്കലും ഇല്ല. കാരണം പ്രൈം നമ്പേഴ്സിന് ആ ഒരു നമ്പർ 1 ഫാക്ടർ ആയിട്ട് വരാൻ പാടുള്ളൂ. അപ്പൊ ബാക്കിയൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. 6 എണ്ണാണ് വരിക. അപ്പൊ നമുക്ക് ആൻസർ എന്ത് കിട്ടി, അപ്പൊ ഒന്നാമത്തെ ആൻസർ ആകെ 100 എണ്ണം ഉണ്ട്. അതിൽ പ്രൊഡക്റ്റ് പ്രൈം നമ്പർ ആവുന്നത് 2 4 6 8 8/100 ആണ് വരിക. ഓക്കെ, 8/6 ആണ് വരിക. സിമ്പിൾ ആയിട്ട് കിട്ടി. ക്ലിയർ ആണോ, റെഡി ആണോ, ഓക്കെ ആണോ? നെക്സ്റ്റ്, പ്രോബബിലിറ്റി ഓഫ് പ്രൊഡക്റ്റ് ഈസ് എ പവർ ഓഫ് 2. അടുത്തത് പ്രോബബിലിറ്റി ഓഫ് പ്രൊഡക്റ്റ് പവർ ഓഫ് 2 ആയിരിക്കണം. അതായത് അവയുടെ ഗുണനഫലം 2ന്റെ കൃതി ആവാനുള്ള സാധ്യത. 2ന്റെ കൃതി ആവാനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുക, രണ്ടാമത്തെ ആൻസർ മനസ്സിലാക്കേണ്ടത് 2ന്റെ കൃതികൾ എന്ന് വെച്ചാൽ എന്താണ്, 2⁻1 2 സ്ക്വയർ 2 ക്യൂബ് 2⁴ ഇങ്ങനെ പോകും. അതായത് 2 പിന്നെ 2 × 2 4 4 × 2 8 വരും, 8 × 2 16 16 × 2 32 ഇങ്ങനെയൊക്കെ പ്രൊഡക്റ്റ് വരണം. അത് ഏതൊക്കെ വരാൻ സാധ്യതയുള്ളു,
1 2 വരും അല്ലേ? 1 into 2 2 ആണ്, 2ന്റെ പവർ ആണ്. അപ്പോൾ ഇതാ 1 2 വരും, അതേ സമയത്ത് തന്നെ 2 1 വരും. രണ്ടും സെയിം അങ്ങോട്ടും ഇങ്ങോട്ടും വരും. നെക്സ്റ്റ് പിന്നെ നമുക്ക് 4 ആ വരുന്നത്. 2 2 വരും അല്ലേ? 2 into 2 4 ആണ്. അപ്പോൾ ഇതാ 2 2 വരും. 2 2 വരും. അല്ല അത് തിരിച്ചിട്ടാൽ 2 2 തന്നെയാണ്. ഓക്കെ 2 2 വരും. പിന്നെ 8 2 into 2 4. ഇനി 8 വരണമെങ്കിൽ ഏതൊക്കെ വരാൻ സാധ്യതയുണ്ട്? ഒന്ന് ഇവിടുന്ന് 2 ഉം 4 ഉം വരും അല്ലേ? 2 into 4 8 ആണ് വരിക. ഓക്കെ 2 into 4 ഇതാ 2 4 8 ആണ് വരിക. അതേ സമയത്ത് 4 2 ഉം വരും. 4 into 2 ഉം വരാൻ സാധ്യതയുണ്ട് അല്ലേ? ഇതാ രണ്ടും ഗുണിച്ചാൽ 2ന്റെ കൃതി 2ന്റെ പവർ ആണ് 8 ആണ് വരിക. ആ പരിപാടി കഴിഞ്ഞു. ഇനി 8 വരുന്ന വേറെ എന്തെങ്കിലും പരിപാടി ഉണ്ടോ? 8 വരുന്നത് ഇനി വേറെ ഒന്നും കൊണ്ടോ നോക്കണേ. 4 വരുന്നത് ഇവിടെ മിസ് ആയിട്ടുണ്ടെന്ന് തോന്നുക. 2 into 2 4 ആണ്. അതേ സമയത്ത് തന്നെ 4 വരുന്നത് എന്താണ്? ഇതാ ഇവിടുന്ന് 1 ഇവിടുന്ന് 4 എടുത്ത് പെയർ ചെയ്യാം. 1 into 4 4 ആണ് വരിക. 2ന്റെ പവർ ആണ്. അതേ സമയത്ത് 4 into 1 ഉം വരും. ഇനി 4 വരുന്ന ഒന്നുമില്ലല്ലോ. 4 വരുന്ന എല്ലാം കഴിഞ്ഞു. ഇനി 8 വരുന്നത് നമ്മളിപ്പോൾ നോക്കി. 2 into 4 8 ആണ്. അപ്പോൾ 4 into 2 8 ആണ് വരുന്നത്. അതല്ലാതെ 8 വരാനുള്ള സാധ്യത എന്താ? ഇവിടുന്ന് ഫസ്റ്റത്തെ ബോക്സിൽ നിന്ന് 1 വരാം, അടുത്ത ബോക്സിൽ നിന്ന് 8 വരാം അല്ലേ? 1 8 വരാം. അതേ സമയത്ത് 8 into 1 ഉം 8 തന്നെയാണ്. അതും കഴിഞ്ഞു. അടുത്ത 32 വരേണ്ടത്. 32 വരണമെങ്കിൽ എന്തൊക്കെ ഓപ്ഷൻ ഉണ്ട്? 10 വരെ നമ്പർ ഉള്ളൂ. അപ്പൊ 4ഉം ഇവിടുന്ന് 8ഉം വരാം. 4 into 8 4 8 32 ആണ്. അപ്പൊ 4 8 വരാം. അതേ സമയത്ത് തിരിച്ച് 8ഉം 4ഉം വരാം. അതല്ലാതെ ഇനി 8 വരാൻ 32 വരാൻ വേറെ ഒന്നും കൊണ്ടോ 132 ഒന്നും വരില്ല. കാരണം 10 വരെ ഇവിടെ നമ്പർ ഉള്ളൂ. അപ്പൊ 32 ആയി അല്ലേ? അപ്പൊ ഇനി വേറെ ഒന്നും വരാൻ സാധ്യതയില്ല. 32ൻ്റെത് 16 into 2 32 ആണ്. അതിന് ഇവിടെ 16 ഒന്നും ഇല്ല. 32 കഴിഞ്ഞാൽ അടുത്ത 2ന്റെ പവർ വരുന്നത് എത്ര വരിക? 64 ആണ് വരിക അല്ലേ? 2 കൊണ്ട് ഗുണിച്ച് പോയാൽ മതി. 64 ആണ് അടുത്ത 2ന്റെ പവർ. 64 വരുന്ന നമ്പർ ഉണ്ടോ നോക്കിയേ. 8 into 8 64 ആണ്. അപ്പൊ 88 വരും. പിന്നെ 64 വരാൻ വേറെ വഴി 32 into 2 ആണ് 64. അതൊന്നും വരില്ല അല്ലേ? 64 ആയി. പിന്നെ 128 ആണ്. 128 ഒന്നും വരാൻ ഒന്നും വരില്ല. കാരണം 10 into 10 100 ആണ്. അതിന്റെ മേലോട്ടൊന്നും വരില്ല. അപ്പൊ ഇത്രയാണ് വരിക. 1 2 3 4 5 6 7 8 9 10 11 12 എണ്ണം വരും. അപ്പൊ നമ്മുടെ സാധ്യത വരുന്നത് ടോട്ടൽ 30 അതിൽ ടോട്ടൽ 100 അതിൽ 12 എണ്ണം. ഞാൻ പറയുന്നില്ല എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് നോട്ട് ചെയ്യണേ. ഓക്കെ മാക്സിമം നോട്ട് ചെയ്തിട്ട് തന്നെ ചെയ്യണം. ക്ലിയർ? അപ്പൊ ഇത്രയും നിങ്ങൾ ചെയ്ത് പഠിക്കുക. അടുത്ത വീഡിയോയിൽ ഞാൻ ഇതിന്റെ ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. കണ്ടിന്യൂസ് ആകുമ്പോൾ ലെങ്ത് കൂടുമ്പോൾ നിങ്ങൾക്ക് നോക്കാൻ ഒരു ഇത് വരും. ഓക്കെ അപ്പൊ കുറച്ചും കൂടി വേണം ഞാൻ സ്ലോ ആക്കാം. ക്ലിയർ? അടുത്ത വീഡിയോയിൽ ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് ചർച്ച ചെയ്യാം.